السلام عليكم ورحمة الله وبركاته. الحمد لله على إحسانه وكماله، والشكر له على توفيقه وامتنانه، وأشهد أن لا إله إلا الله وحده لا شريك له تسبيحا بحمده، وأشهد أن محمدا عبده ورسوله الداعي إلى رضوانه، وصلى الله عليه وعلى آله وأصحابه وأتباعه وسلم تسليما كثيرا. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يمنون عليك أن أسلموا قل لا تمنوا علي إسلامكم بل الله يمن عليكم أن هداكم للإيمان إن كنتم صادقين. സ്നേഹാദരനായ സത്യവിശ്വാസി സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിതത്തിന്റെ ചെറുതും വലുതുമായ എല്ലാ മേഖലകളിലും അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് ആമുഖമായി വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് നമുക്കൊക്കെ അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, റമളാനിൽ നമ്മൾ നിർവഹിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ആരാധനാ കർമ്മം നോമ്പാണല്ലോ. പല ആരാധനാ കർമ്മങ്ങൾ, പല ഇബാദത്തുകൾ റമളാനിൽ നമ്മൾ നിർവഹിക്കുന്നു. മറ്റു പല സമയങ്ങളിലും ഉള്ള ആരാധനാ കർമ്മങ്ങളാണെങ്കിൽ പോലും റമളാനിൽ നമ്മൾ കൂടുതൽ ആവേശത്തിൽ, കൂടുതൽ ഉന്മേഷത്തിൽ അതിൽ വ്യാപൃതരാകുന്നു, കൂടുതൽ സമയം അതിനു വേണ്ടി ചെലവഴിക്കുന്നു. ഒരുപാട് പോരായ്മകളും പാകപ്പിഴവുകളും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഒക്കെ നമ്മുടെ ഇബാദത്തുകളിലുണ്ട്, നമ്മുടെ കർമ്മങ്ങളിലുണ്ട്. എന്നാലും മറ്റുള്ള സമയങ്ങൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി മെനക്കെടാൻ, ഒന്ന് കഠിനാധ്വാനം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു മാസമാണ് റമളാൻ. അതിന്റെ ഒക്കെ പാകപ്പിഴവുകളൊക്കെ നാളെ പരലോകത്ത് നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന അമലുകളായി റബ്ബ് നമ്മിൽ നിന്നും അതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. അത്തരം ഇബാദത്തുകളിൽ നോമ്പ് എന്ന ആരാധനാ കർമ്മം, അതുമായി ബന്ധപ്പെട്ട ചില വിശ്വാസ പാഠങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നോമ്പ് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമാണോ? ആണോ? പറഞ്ഞോളി. നോമ്പ് വിശ്വാസമാണോ? അല്ല, കർമ്മമാണ്. അല്ല, നോമ്പൊരു കർമ്മമാണ്, വിശ്വാസമല്ല. പക്ഷെ നോമ്പ് എന്ന ഇബാദത്തിലൂടെ നമ്മൾ പഠിക്കേണ്ട കുറെ വിശ്വാസ പാഠങ്ങളുണ്ട്. അതാണ് നമ്മളെ വിഷയം. അത് ഏത് ഇബാദത്തിനുണ്ട്, നോമ്പിൽ അത് കുറച്ചുകൂടി പ്രകടമാണ്. അതിനാണ് വിശ്വാസ പാഠങ്ങളിൽ, വിശ്വാസവുമായി ബന്ധപ്പെട്ട, അഖീദയുമായി ബന്ധപ്പെട്ട മേഖലകളിൽ കടന്നു വരുന്ന ഒരു വിഷയമാണ് അഅ്മാലുൽ ഖുലൂബ്. നമ്മൾ ഈ ക്ലാസ്സിൽ, ഈ റമളാനിൽ അല്പം വിശദമായി നമ്മൾ കുറച്ച് ക്ലാസ്സൊക്കെ ഇവിടെ സംഘടിപ്പിച്ച വിഷയം. അതുമായി ബന്ധമുള്ള ഒരു മേഖല തന്നെയാണ് ഇതും. നമ്മൾ നിർവഹിക്കുന്ന ഏത് ഇബാദത്തുകളിലും ഈ കാര്യങ്ങൾ, നമ്മുടെ മാനസികാവസ്ഥയെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുമായി ബന്ധപ്പെട്ട മേഖലകളാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നോമ്പെന്ന് പഠിക്കേണ്ട ഒന്നാമത്തെ വിശ്വാസ പാഠം മുശാഹദതു മിന്നത്തില്ലാഹി സുബ്ഹാനഹു വ തആല ഫി തൗഫീഖി ലിസ്സിയാം എന്ന് പറഞ്ഞാൽ,
നോമ്പ് നോൽക്കാൻ നമുക്ക് തൗഫീഖ് ലഭിച്ചു എന്നുള്ളത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് എന്ന തിരിച്ചറിവുണ്ടാവുക. അത് ഏത് ഇബാദത്ത് നിർവഹിക്കുമ്പോഴും നമുക്ക് ആ ചിന്ത ഉണ്ടാവണം. ഞാൻ എൻ്റെ മേന്മ കൊണ്ട്, എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ സാമർഥ്യം കൊണ്ട് ചെയ്തു എന്നല്ല ഒരിക്കലും ഒരു വിശ്വാസി വിചാരിക്കേണ്ടത്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ എനിക്കത് ചെയ്യാൻ സാധിച്ചു. പടച്ച റബ്ബിന്റെ അനുഗ്രഹമാണ് ഞാൻ ആ ഇബാദത്ത് നിർവഹിച്ചത്. കുറച്ച് ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് അവർ ഇസ്ലാം സ്വീകരിച്ചതൊരു ഔദാര്യമായി എടുത്തു പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തിന്റെ 17-ാമത്തെ ആയത്തിൽ അവർക്കുള്ള മറുപടി കൊടുക്കുന്നുണ്ട്. ആമുഖമായി ഓതി വെച്ച ആയത്ത് അതാണ്. യമുന്നൂന അലൈക അൻ അസ്ലമൂ, അവർ ഇസ്ലാം സ്വീകരിച്ചു എന്ന് പ്രവാചകരെ നിങ്ങളോട് അവർ ഔദാര്യമായി എടുത്തു പറയുന്നു. ഖുൽ ലാ തമുന്നു അലയ്യ ഇസ്ലാമകും, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു എന്നത് എന്നോട് ഔദാര്യമായി പറയേണ്ടതില്ല. അള്ളാഹു അതിനെ എതിർത്തു. നിങ്ങൾ ചെയ്ത ഔദാര്യമൊന്നുമല്ലെന്ത്, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചത്. നമ്മൾ ഇസ്ലാം സ്വീകരിച്ചത് നമുക്ക് തൗഹീദ് കിട്ടിയതും നമ്മൾ ഹിദായത്ത് കിട്ടിയതും നമ്മൾ പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ നിസ്കരിക്കാൻ നമുക്ക് പറ്റുന്നതും ഖുർആനിൽ കുറച്ച് ഓതുന്നുണ്ടെങ്കിൽ അത് ഓതുന്നതും നമ്മളെ ഔദാര്യമല്ല. ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ, മറിച്ച് അല്ലാഹുവാണ് നിങ്ങളോട് ഔദാര്യം ചെയ്തത്. ഈമാനിലേക്ക് നിങ്ങൾക്ക് ഹിദായത്ത് നൽകുക വഴി പടച്ച റബ്ബ് നിങ്ങൾക്ക് തന്ന ഔദാര്യമാണ്. നിങ്ങളെ ഈമാനിന്റെ അഹലുകാരാക്കി, നിസ്കാരത്തിന്റെ അഹലുകാരാക്കി, നോമ്പിന്റെ ആളുകളാക്കി, ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകളാക്കി, കുറച്ചൊക്കെ റബ്ബിനോട് പ്രാർത്ഥിക്കുന്നവരാക്കി, തൗഹീദുള്ളവരാക്കി. ഇതൊക്കെ ആരുടെ ഔദാര്യമാണ്? റബ്ബ് നമ്മോട് ഇങ്ങോട്ട് ചെയ്തു തന്ന ഔദാര്യമാണ്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതില്ലെങ്കിലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മൾ എന്തോ ഒരു സംഭവമാണ്, ഞാൻ എൻ്റെ സാമർഥ്യം കൊണ്ട്, എൻ്റെ ബുദ്ധി കൊണ്ട്, ഞാൻ ചിന്തിച്ചുകൊണ്ട് ഞാൻ ഇവിടേക്ക് എത്തി എന്നൊരു ചിന്ത നമ്മളിലേക്ക് വരും. അതൊരിക്കലും ഒരു വിശ്വാസിക്ക് നല്ല ചിന്തയല്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നും സ്വഹാബത്തും ഖന്തക്കിന്റെ കിടങ്ങ് കുഴിക്കുന്ന സമയത്ത് പാടിയിരുന്ന വരികൾ നമുക്ക് ഹദീസുകൾ കാണാൻ സാധിക്കും. ലൗലല്ലാഹു മഹ്തദൈനാ വലാ തസദ്ദഖ്നാ വലാ സല്ലൈനാ. എന്താ അതിന്റെ അർത്ഥം? ലൗലല്ലാഹ്, അല്ലാഹു ഇല്ലായിരുന്നെങ്കിൽ, അവന്റെ തൗഫീഖ് ഇല്ലായിരുന്നെങ്കിൽ, അവന്റെ അനുഗ്രഹമില്ലായിരുന്നെങ്കിൽ നമുക്ക് ഹിദായത്ത് കിട്ടുമായിരുന്നില്ല. നമ്മൾ നോമ്പ് നോൽക്കുമായിരുന്നില്ല, നമ്മൾ നിസ്കരിക്കുമായിരുന്നില്ല, നമ്മൾ സ്വതക്കകൾ കൊടുക്കുമായിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും ഈ കവിതകൾ, ഈ വരിയൊക്കെ പാടിക്കൊണ്ടാണ് ഖന്തക്കിന്റെ കിടങ്ങ് ഒഴിച്ചത്. അതുകൊണ്ട് ആ ഒരു ചിന്ത എന്നുള്ളത് റബ്ബിന്റെ ഔദാര്യം കൊണ്ടാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ നല്ല ചെയ്യുന്നുണ്ടെങ്കിൽ അത് പടച്ചോന്റെ ഫദ്ലാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, അൽ ആരിഫു യസീറു ഇലല്ലാഹി അസ്സ വജൽ, അല്ലാഹുവിനെ കുറിച്ചൊക്കെ അറിവുള്ള ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് സഞ്ചരിക്കുക, ബൈന മുശാഹദത്തിൽ മിന്ന വമുതാലഅതി ഐബിൻ നഫ്സി വൽ അമൽ, അല്ലാഹുവിന്റെ ഔദാര്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടും അവന്റെ നഫ്സിന്റെ, അവന്റെ മനസ്സിന്റെ, അവന്റെ സ്വന്തത്തിന്റെ അമലുകളുടെ പോരായ്മകൾ തിരിച്ചറിഞ്ഞുകൊണ്ടുമാണ്. ഇത് രണ്ടും തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അല്ലാഹുവിലേക്ക് ഒരു സഞ്ചരിക്കുക. ഇതിലേതെങ്കിലും ഒന്ന് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അവന്റെ സഞ്ചാരം ശരിയായ റൂട്ടിലാവൂല. അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി അവൻ എടുക്കുന്ന ഇബാദത്തുകൾ അത് യഥാർത്ഥ സ്വർഗത്തിന്റെ വഴിയിലേക്ക് എത്തുകയില്ല. അള്ളാഹുവിന്റെ ഇഷ്ടവും തൃപ്തിയും നേടിയെടുക്കാനുള്ള വഴിയിലേക്ക് അത് എത്തുകയില്ല. ഈ രണ്ട് തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകണം. ഒന്ന് റബ്ബിന്റെ ഔദാര്യമാണ്, രണ്ട് എനിക്കൊരുപാട് പോരായ്മകളുണ്ട്. നമ്മൾ ഏത് ഇബാദത്ത് ചെയ്യുമ്പോഴും ഈ ചിന്ത നമുക്ക് വേണം. നമ്മൾ എന്നും രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ട ഒരു ദിക്റുണ്ട്, സയ്യിദുൽ ഇസ്തിഗ്ഫാർ. എന്താ അതിന്റെ മഹത്വം? അത് ചൊല്ലിയാലുള്ള ഗുണം എന്താ? പറഞ്ഞോളി. ബറക്കല്ലാഹു ഫീക്കും. രാവിലെ ചൊല്ലി വൈകുന്നേരമാകുന്നതിന് മുമ്പ് മരിച്ചാൽ സ്വർഗത്തിലാണ്. വൈകുന്നേരം ചൊല്ലി പ്രഭാതമാകുന്നതിന് മുമ്പ് മരിച്ചാൽ സ്വർഗം ഉറപ്പാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പാപമോചന പ്രാർത്ഥനകളുടെ നേതാവ്
എന്നാണ് ആ പ്രാർത്ഥനയുടെ പേര്. എന്താണ് ആ പ്രാർത്ഥനയ്ക്ക് അത്ര മഹത്വം ഉണ്ടാകാനുള്ള കാരണം? ആ പ്രാർത്ഥനയുടെ അർത്ഥം അത്രയും ആഴമുള്ള അർത്ഥമാണ്, അത്രയും അർത്ഥസമ്പുഷ്ടമായ, അത് ചിന്തിച്ച് ആലോചിച്ച് അതിന്റെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടത് ചൊല്ലിയാൽ പിന്നെ മനുഷ്യൻ അത്രയും നല്ല മനുഷ്യനായി തീരും. ആ പ്രാർത്ഥനയുടെ വാചകത്തിൽ നമ്മൾ പറയുന്ന ഒരു വാചകമാണ് അബൂഉ ലക ബിനിഅമതിക അലയ്യ വഅബൂഉ ബിദംബി. എന്താ അതിന്റെ അർത്ഥം? അബൂഉ ലക ബിനിഅമതിക അലയ്യ, നമ്മളിപ്പോൾ പറഞ്ഞ വിഷയമാണ്. അല്ലാഹുവേ, നിന്റെ അനുഗ്രഹത്തെ, നിന്റെ നിഅമത്തിനെ ഞാൻ ഇതാ നിന്റെ മുമ്പിൽ സമ്മതിച്ചു തരുന്നു, ഞാൻ ഏറ്റു പറയുന്നു. അല്ലെ, എനിക്ക് ഹിദായത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഞാൻ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എന്ത് നന്മ ചെയ്യുന്നുണ്ടെങ്കിലും, എനിക്ക് തൗഹീദ് ഉണ്ടെങ്കിലും അതൊക്കെ പടച്ചവനെ നിന്റെ നിഅമത്താണ്. അല്ലെ, എന്റെ എല്ലാ കാര്യങ്ങളും നിന്റെ നിഅമത്ത് കൊണ്ട് മാത്രമാണ്. ഇനി അത് മാത്രമല്ല, ബിദംബി, എനിക്കൊരുപാട് പോരായ്മകളുണ്ട്, കുറവുകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതാണ് അബൂഉ ലക ബിദംബി, എന്റെ പോരായ്മയെ ഞാൻ ഏറ്റു പറയുന്നു. ഇത് രണ്ടും ഒരു വിശ്വാസി തിരിച്ചറിയണം. ആ തിരിച്ചറിവ്, ഇതിൽ ഒന്നാമത്തെ തിരിച്ചറിവ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ നന്മകൾ നിർവഹിക്കുന്നത്, അവന്റെ തൗഫീഖാണ്, അവന്റെ മിന്നത്താണ് അത് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ വിശിഷ്ടമായ രണ്ട് ഫലങ്ങൾ ഇതിനുണ്ടാകും. രണ്ട് ഫലങ്ങൾ. അതിൽ ഒന്നാമത്തെ ഫലം എന്താന്ന് വെച്ചാൽ, പടച്ച റബ്ബിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്, ഞാൻ നോമ്പ് നോൽക്കുന്നത്, ഞാൻ ഖുർആൻ ഓതുന്നത് എന്നൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ എൻ്റെ ഒരു കഴിവുമല്ല, എൻ്റെ ഒരു സാമർഥ്യമല്ല എന്ന തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ ഒരടിമക്ക് റബ്ബിനോട് ഭയങ്കരമായ സ്നേഹം ഉണ്ടാവും. അള്ളാഹു എന്തുകൊണ്ട് എന്നെ തൗഹീദിന്റെ അഹലുകാരാകാൻ തെരഞ്ഞെടുത്തു? എനിക്ക് എന്ത് അർഹതയാണ് അതിനുള്ളത്? എന്നെക്കാളും ആത്മാർത്ഥമായി ജീവിക്കുന്ന എത്ര മനുഷ്യന്മാർ ഈ നാട്ടിലുണ്ട്? ആത്മാർത്ഥമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, പക്ഷെ അവർക്ക് തൗഹീദ് കിട്ടിയിട്ടില്ല. പക്ഷെ അവർക്ക് യഥാർത്ഥ അഹ്ലുസുന്നയുടെ മാർഗത്തിലേക്കുള്ള ഹിദായത്ത് കിട്ടിയിട്ടില്ല. പക്ഷെ അവർക്ക് പലപ്പോഴും എത്ര ആളുകളെ ഒരുപാട് സഹായിക്കുന്ന, ഒരുപാട് പരോപകാരികളായ കുറെ മനുഷ്യന്മാരുണ്ട്. പക്ഷെ അവർ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കാൻ അവർക്ക് തൗഫീഖ് കിട്ടിയിട്ടില്ല. അങ്ങനെ ഒന്നും ചെയ്യാത്ത എനിക്ക് അതിന് തൗഫീഖ് കിട്ടി. എന്തുകൊണ്ട്? അപ്പൊ അള്ളാഹു എനിക്ക് നൽകിയ ഒരു മഹ്ബായ ഫദ്ല്, തനിച്ച ഔദാര്യത്തിന്റെ മേലാണ് ഞാൻ ഈ ചെയ്യണതൊക്കെ. ഞാൻ എന്ത് ചെയ്യണ്ടെങ്കിലും പടച്ചോന്റെ ഫദ്ലാണ്, പടച്ചോന്റെ ഔദാര്യമാണ് എന്ന തിരിച്ചറിവുണ്ടാവുമ്പോൾ നമ്മളെ മനസ്സിൽ നിന്ന് ആത്മാർത്ഥമായ സ്നേഹം പടച്ചവനോട് ഉണ്ടാവും. നമ്മളെ മനസ്സിൽ നിന്ന് സ്നേഹം, പടച്ച റബ്ബിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം ഇല്ലാത്തതിന്റെ ഒരു കാരണം ഈ തിരിച്ചറിവ് നമുക്ക് ഇല്ലാണ്ടാണ്. അള്ളാഹിന്റെ ഫദ്ല് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള തിരിച്ചറിവ്. രണ്ടാമത് നമുക്കുണ്ടാകുന്ന ഗുണം എന്താന്ന് വെച്ചാൽ, അള്ളാഹുവിനെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ നമ്മുടെ നാവും നമ്മുടെ ഹൃദയവും അള്ളാഹുവിന്റെ ദിക്റിലും ശുക്റിലും ഹംദിലുമായിരിക്കും. അല്ലെ, അള്ളാഹുവിനെ ധാരാളമായി നമ്മൾ സ്തുതിക്കും, ധാരാളമായി ദിക്ർ ചെയ്യും, ധാരാളമായി അള്ളാഹുവിനെ കുറിച്ച് ഓർക്കും, ധാരാളമായി അള്ളാഹുവിന് നന്ദിയുടെ ഒരു മനസ്ഥിതി ഉണ്ടാകും. അല്ലെ, നമുക്ക് ഔദാര്യം, നമ്മോട് ഇങ്ങോട്ട് കുറച്ച് പൈസ കുടുങ്ങിയ സമയത്ത് വായ്പ തന്നാൽ തന്നെ നമുക്ക് ഓരോടൊരു നല്ല ഒരു മനസ്സേക്കാരം, ഓലെ കാണുമ്പോൾ ഒരു നന്ദിയുടെ ഒരു വാചകവും. കാരണം ആകെ കുടുങ്ങി നിൽക്കുന്ന സമയത്ത് ഓരോ പൈസ എന്തുകൊണ്ടാണ് കഴിച്ചിലായത്? ഇത് ആലോചിച്ച് നോക്കിയ സഹോദരന്മാരെ, നമ്മളെ ദുനിയാവും ആഖിറും മുഴുവൻ രക്ഷപ്പെടാനുള്ള മാർഗ്ഗമാണ് ഹിദായത്ത്, ഇബാദത്തുകൾ. ഇത് പടച്ചോ നമുക്കവിടെ തരികയാണ്. എന്തിനാ പടച്ചോ നമുക്ക് തന്നത്? അള്ളാഹ്ക്ക് എന്താ പൗണ്ട് കിട്ടണം? അള്ളാഹ്ക്ക് നമ്മൾ നന്മ ചെയ്താലും ചെയ്തില്ലെങ്കിലും, നമുക്ക് ഹിദായത്ത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും പടച്ചോനൊന്നും കുറയാനുമില്ല, കൂടാനുമില്ല. അള്ളാഹുവിന്റെ തനിച്ച ഫദ്ലാണ്, ഔദാര്യമാണ്. ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ റബ്ബിനോടുള്ള സ്നേഹമുണ്ടെങ്കിൽ ആ റബ്ബിനോടുള്ള ദിക്റും ശുക്റും ഹംദും നമ്മുടെ നാവിലും നമ്മുടെ മനസ്സിലും സദാ ഉണ്ടായിക്കൊണ്ടിരിക്കും. എത്ര റബ്ബിനെ സ്മരിച്ചാലും എത്ര റബ്ബിനെ ശുക്ർ ചെയ്താലും മതിവരാത്ത മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറും. അള്ളാഹു ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ പരിവർത്തിപ്പിക്കുമാറാകട്ടെ. നോമ്പിൽ അള്ളാഹു നമുക്ക് നിരവധി അനുഗ്രഹങ്ങൾ നോമ്പിലൂടെ റബ്ബ് തന്നിട്ടുണ്ട്. അതിലിപ്പോ ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു മാസം നമ്മുടെ ജീവിതത്തിൽ ഒരു റമദാൻ കൂടി നമുക്ക് അധികം തന്നു. അതിന്റെ അവസാനത്തിൽ നമ്മൾ എത്തി. അതിൽ അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. മഹാനായ അബൂ സുലൈമാൻ അദ്ദാറാനി റഹിമഹുല്ലാ, അദ്ദേഹം സുലൈമാൻ തൈമി റഹിമഹുല്ലാ, നോമ്പായി കഴിഞ്ഞാൽ, റമദാനിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തന്റെ വീട്ടുകാരെ വിളിച്ചുണർത്തിയിട്ട് പറയാറുണ്ടായിരുന്നു, ഖൂമൂ ഫലഅല്ലകും ലാ തുദ്രികൂഹു ബഅദ ആമികും ഹാദാ, എഴുന്നേൽക്കൂ, നിസ്കരിക്കൂ, ഇബാദത്തുകൾ സജീവമാകൂ, ഇനി ഒരു പക്ഷെ അടുത്തൊരു റമദാൻ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല.
ആ ചിന്ത നമുക്കുണ്ടെങ്കിൽ ഈ റമദാനിൽ എത്തുന്നതിന് മുമ്പ് മരിച്ചുപോയ എത്ര ആളുകൾ നമ്മുടെ ശാഖയിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ പള്ളിയിൽ ജമാഅത്തിന് വന്നിരുന്ന എത്ര ആളുകളുണ്ട്? കഴിഞ്ഞ റമദാനിൽ അവർ ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ഒരു ഔദാര്യം, ഒരു റമദാന് കൂടി നമ്മുടെ ജീവിതത്തിൽ പടച്ചോൻ തന്നു. ഒരു റമദാൻ അധികം കിട്ടിയുള്ള മെച്ചെത്ര? ഒരു സ്വഹാബി, 2 സ്വഹാബിമാരെ സ്വപ്നത്തിൽ വന്ന സംഭവം നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഷഹീദായി മരണപ്പെട്ട സ്വഹാബിയെക്കാളും മുമ്പേ ഒരു റമദാന് കൂടി അധികം ലഭിച്ചതിന്റെ പേരിൽ മറ്റേ സ്വഹാബി സ്വർഗത്തിൽ പ്രവേശിക്കാം. ആ ഷഹീദിനേക്കാളും മുമ്പേ സ്വർഗത്തിൽ പ്രവേശിക്കാം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? അവർക്കിടയിൽ ആകാശഭൂമികൾക്കിടയിലുള്ള വ്യത്യാസം ഉണ്ടാവും. എന്താ കാരണം? ഒരു റമദാൻ അധികം ലഭിച്ചു, അത്രയും ആയുസ് അധികം ലഭിച്ചു, അതിൽ നിസ്കരിച്ചു, അതിൽ നോമ്പെടുത്തു. അതുകൊണ്ട് അത് ചെറിയ ഔദാര്യമല്ല, പടച്ചോൻ തന്ന ഒരു ചെറിയ മിന്നത്തല്ല ഒരു റമദാന് കൂടി ജീവിതത്തിൽ അധികം തരിക എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ നോമ്പെന്ന ഇബാദത്ത് ഒരുപാട് രീതിയിൽ അള്ളാഹു എളുപ്പമാക്കി തന്നു. നോമ്പിൽ അള്ളാഹു നിശ്ചയിച്ച എളുപ്പങ്ങൾ മാത്രം പറയാൻ നമുക്കൊരു ക്ലാസ് വേണം. ഒരു ക്ലാസ് കൊണ്ട് തന്നെ മതിയാവില്ല. നോമ്പിന്റെ ഓരോ അഹ്കാമുകൾ എടുത്താൽ അതിലൊക്കെ റബ്ബ് നമുക്ക് എളുപ്പം നിശ്ചയിച്ചു. നോമ്പിനെ കുറിച്ച് പറഞ്ഞ ആയത്തിൽ തന്നെ അള്ളാഹു പറഞ്ഞു, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ര വലാ യുരീദു ബിക്കുമുൽ ഉസ്ര. പടച്ചോൻ തന്ന വലിയൊരു ഔദാര്യമല്ലേ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നോമ്പ് ശരിയായ രൂപത്തിൽ എങ്ങനെ നോൽക്കണമെന്നുള്ള അറിവ് നമുക്ക് നൽകി. നമ്മുടെ നാട്ടിൽ നോമ്പ് നോൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പഠിപ്പിച്ച സുന്നത്തുകൾ എന്താണോ അതിനെ നേർ വിപരീതം ചെയ്തുകൊണ്ട് നോമ്പ് നോൽക്കുന്ന ആളുകൾ. സമയമായാലും നോമ്പ് തുറക്കാതെ വസ്വാസായിട്ട് പിന്തിപ്പിക്കുന്ന ആളുകൾ. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് സമയമായാൽ പെട്ടെന്ന് നോമ്പ് തുറക്കാനാണ്. അത്താഴം കഴിക്കാതെ നോൽക്കുന്ന ആളുകൾ, ഇനി കഴിച്ചാൽ കുറെ നേരത്തെ കഴിക്കുന്ന ആളുകൾ, നോമ്പ് തുറക്കുമ്പോൾ പ്രാർത്ഥന ചൊല്ലുന്ന ആളുകൾ. നമ്മുടെ നാട്ടിലെ മുഴുവൻ മുസ്ലിങ്ങളുടെ അടുത്ത് എത്ര ഉണ്ടാവും? നോമ്പ് തുറക്കുമ്പോൾ പ്രാർത്ഥന ഇല്ലല്ലോ. അങ്ങനെ ഓരോ വിഷയത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെന്നാലും നമുക്ക് എങ്ങനെ ഇത് നിർവഹിക്കണം എന്നുള്ള അറിവ് പടച്ചോൻ നമ്മളിലേക്ക് എത്തിച്ചു. അല്ലേ? ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പ്രകാരം എങ്ങനെ ഈ ഇബാദത്ത് നിർവഹിക്കേണ്ടത്, ഞാൻ എങ്ങനെ ഇത് ചെയ്യേണ്ടത് എന്നുള്ള അറിവ് റബ്ബ് നമുക്ക് നൽകി. ഇത് പടച്ചോൻ തന്ന വലിയൊരു അനുഗ്രഹമാണ്. ഇത് കിട്ടാതെ എന്നാൽ പട്ടിണി കിടക്കും, എന്നാലും കിട്ടേണ്ട കൂലി മര്യാദ കിട്ടൂല. അപ്പോ അത് അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. അതുപോലെ തന്നെ അള്ളാഹു തൗഫീഖ് നൽകി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലെ? നമ്മള് ബാങ്ക് കൊടുക്കുമ്പോ ഹയ്യ അലസ് സലാഹ്, ഹയ്യ അലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയേണ്ടത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താ അതിന്റെ കാരണം? ഹയ്യ അലസ് സലാഹ് എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിലേക്ക് വരൂ. ബാക്കിയുള്ളതൊക്കെ പറയുമ്പോൾ നമ്മൾ അതേ വാചകം ഏറ്റു പറയും. നിസ്കാരത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ? പടച്ചവനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും ഒരു ശേഷിയും എനിക്കില്ല, ഒരു കഴിവുമില്ല. നിസ്കാരത്തിലേക്ക് വരാൻ ആര് തൗഫീഖ് വേണം? അല്ലാഹുവേ, നിന്റെ തൗഫീഖ് വേണം. വിജയത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ പടച്ചോനെ നിന്റെ തൗഫീഖ് ഇല്ലാതെ എനിക്ക് വിജയത്തിലേക്ക് വരാൻ കഴിയൂല. അതെന്തിനാ? നമ്മൾ ഓരോ ബാങ്ക് കേൾക്കുമ്പോൾ അത് പറയാൻ പഠിപ്പിക്കപ്പെട്ട എന്തിനാ? ആ ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാകാനാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ടാണ് നിങ്ങൾ നിസ്കരിക്കുന്നത് എന്നുള്ള ചിന്ത ഉണ്ടാകാനാണ്. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എത്ര ആളുകളുണ്ട്? ഈ നോമ്പ് നോൽക്കാൻ തൗഫീഖ് ലഭിക്കാതെ പോകുന്ന എത്ര ആളുകളുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 5 വക്ത് നിസ്കാരത്തിന് ശേഷം ചൊല്ലാൻ വേണ്ടി, അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ അവസാനത്തിൽ ചൊല്ലാൻ വേണ്ടി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു കൊടുത്ത പ്രാർത്ഥന നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക, നിന്നെ സ്മരിക്കാൻ, നിനക്ക് നന്ദി ചെയ്യാൻ, നല്ല രൂപത്തിൽ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ നീ എന്നെ സഹായിക്കണമേ. പടച്ചോന്റെ സഹായം ഇല്ലാതെ അത് നടക്കൂല. ആ സഹായം റബ്ബ് നമുക്ക് നൽകി. അതുപോലെ തന്നെ മുസ്ലിങ്ങളായിരിക്കെ റമദാനിൽ നമ്മൾ പ്രവേശിച്ചു. ലോകത്ത് കോടാനുകോടി മനുഷ്യന്മാരുണ്ട്. ഓൽക്കൊക്കെ ഈ റമദാനിൽ എന്തെല്ലാം ഫദ്ലുകൾ റബ്ബ് നിശ്ചയിച്ചു. സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു, നരകവാടങ്ങൾ അടക്കപ്പെടുന്നു, പിശാചുകളെ ബന്ധിക്കുന്നു. അല്ലാഹു എല്ലാ ദിവസവും അനേകം ജനങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു. ഈ ഫദ്ലൊക്കെ പടച്ചോ നടപ്പിലാക്കിയിട്ട് ഇതിന്റെ ഒന്നും ഒരു ഭാഗ്യവും കിട്ടാൻ അവസരം ലഭിക്കാതെ പോയ എത്ര അവിശ്വാസികൾ, കോടാനുകൂടിയ വിശ്വാസികൾ ലോകത്തുണ്ട്. അല്ലെ? ഏതെങ്കിലും ഒരു പോസ്റ്റ് കണ്ടുകാണ്ട് ഞാൻ എക്സ് മുസ്ലിമായി എന്ന് പറയുന്ന ആ ഹതഭാഗ്യം നമ്മളെങ്ങാനും പെട്ടുപോയിരുന്നെങ്കിൽ ഈ അവസരം മുഴുവൻ നമുക്ക് പോയി, ഏറ്റവും വലിയ നഷ്ടത്തിലായി പിന്നെ നമ്മൾ. പക്ഷെ ആ അവസ്ഥയിൽ നിന്ന് പടച്ചോൻ നമ്മളെ രക്ഷിച്ചു. ഹിദായത്ത് എന്ന
അള്ളാഹുവിൻ്റെ ഔദാര്യം പടച്ചോൻ നമുക്ക് നൽകി. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സന്ദർഭത്തിൽ പോലും ഭയപ്പാടിലും പട്ടിണിയിലും പ്രയാസത്തിലും കഴിഞ്ഞുകൂടുന്ന രാഷ്ട്രങ്ങൾ, മുസ്ലിം നാടുകൾ, മുസ്ലിം സമൂഹങ്ങളുണ്ട്. മിഡിൽ ഈസ്റ്റിൽ നിർഭയത്വത്തോടു കൂടി തറാവീഹ് നിസ്കാരമൊക്കെ പല ദിവസങ്ങളും ഒഴിവാക്കിയ നാടുകളുണ്ട്. പള്ളിയിൽ ബോംബ് വന്ന് വീഴുമെന്ന് പേടിച്ചിട്ട്, മിസൈൽ വന്ന് വീഴുമെന്ന് പേടിച്ചിട്ട് നിർഭയത്വമില്ല. പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുന്ന മുസ്ലിങ്ങളുണ്ട്. നോമ്പ് തുറക്കാൻ മര്യാദക്ക് ഭക്ഷണമില്ല, അത്താഴം കഴിക്കാൻ ഭക്ഷണമില്ല. നിർഭയത്വവും അതുപോലെ ഭക്ഷണവും റിസ്ക്കും റബ്ബ് നമുക്ക് നൽകി, അമ്നും നൽകി, അതുപോലെ റിസ്ക്കും നൽകി, ഖൗഫ് പിന്നെ തആമും നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സമൂഹത്തിന് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അനുഗ്രഹങ്ങളാണ് നിർഭയത്വവും ഭക്ഷണവും. അത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് സമാധാനമായിട്ട് ഒരു പ്രയാസവും ഇല്ലാതെ ഇബാദത്ത് ചെയ്യാൻ സാധിക്കുന്നു, ഖുർആൻ ഓതാൻ സാധിക്കുന്നു, പള്ളിയിൽ വരാൻ സാധിക്കുന്നു. ഇവിടെ എങ്ങാനും വല്ല പിന്നെ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ദുരന്തം, ഒരു ഭയപ്പാടിന്റെ ഒരു യുദ്ധത്തിന്റെ പ്രതീതി ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കാൻ അവസ്ഥ? എന്തെങ്കിലും ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയുമോ? ഒരു സമാധാനത്തോടു കൂടി നോമ്പ് വിൽക്കാൻ കഴിയുമോ? മനസ്സമാധാനത്തോടു കൂടി അങ്ങാടി കൂടെ നടക്കാൻ കഴിയുമോ? നമുക്ക് പിന്നെ സുലഭമായി പലതരം ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നു. ഈ പട്ടിണി കൊണ്ട് പ്രയാസപ്പെടുന്ന എത്ര ആളുകൾ ലോകത്തുണ്ട്, മുസ്ലിങ്ങളെ കൂട്ടത്തിൽ, മുസ്ലിം സമൂഹങ്ങളിൽ. അതുകൊണ്ട് റിസ്ക് നൽകി, അമ്ന് നൽകി എന്നുള്ളത് പടച്ചറപ്പ് നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. പിശാചുകളെ ബന്ധിപ്പിച്ചു. റമദാനിൽ നമുക്ക് നന്മ ചെയ്യാനൊരു ആവേശം ഉണ്ടായിട്ടുണ്ടെങ്കിൽ റമദാൻ അല്ലാത്ത സമയത്ത് നമ്മൾ പിന്നെ ഹറാമുകളിലേക്ക് പോകുന്നത് പോലെ റമദാനിൽ നമ്മൾ പോകുന്നില്ലെങ്കിൽ പ്രധാനപ്പെട്ട കാരണം പടച്ചറപ്പ് പിശാചിനെ ബന്ധിപ്പിച്ചതാണ്. അള്ളാഹു നൽകിയ വലിയൊരു അനുഗ്രഹമാണ്. ഇനി റമദാനിൽ നമ്മൾ നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ വലിയ പ്രതിഫലങ്ങൾ റബ്ബ് ഓഫർ ചെയ്തു. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ കാണാൻ സാധിക്കും. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ഏറ്റവും നന്ദി കെട്ട വൃത്തികെട്ട മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉടമകളായി തീർന്നാലും എന്റെ അധികാരത്തിൽ നിന്നൊന്നും ഒരു കുറവും വരൂല. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും ഏറ്റവും തഖ്വയുള്ള മനുഷ്യന്റെ മാനസികാവസ്ഥയിലേക്ക് മാറിയാലും എന്റെ അധികാരത്തിലൊന്നും കൂടാനുമില്ല. ആ റബ്ബ് എന്തിനാ നിങ്ങൾക്ക് നരകമോചനമുണ്ട്, നിങ്ങൾക്ക് അങ്ങനെ പ്രതിഫലമുണ്ട്, നിങ്ങൾക്ക് പിന്നെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന അവസരമുണ്ട്, ഇങ്ങനെ ഒരുപാട് അവസരങ്ങൾ, വലിയ വലിയ പ്രതിഫലങ്ങൾ റബ്ബ് ഓഫർ ചെയ്യാം. അത് വലിയ അനുഗ്രഹമാണ്. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോമ്പിൽ അല്ലാഹു നിശ്ചയിച്ച അനുഗ്രഹങ്ങളെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. പടച്ചവനോടുള്ള ശുക്റും ഹംദും ദിക്റും നമ്മുടെ നാവിലും മനസ്സിലും ധാരാളമായി കടന്നു വരാൻ. ഇത് എല്ലാ ഇബാദത്തിലും ഉണ്ട്. നോമ്പിനെ കുറിച്ച് അത് നമ്മൾ പറഞ്ഞെന്ന് മാത്രം. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം എന്താന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം പറഞ്ഞതിന്റെ മറ്റൊരു ഭാഗമാണ് അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ തിരിച്ചറിയുക എന്നതുപോലെ തന്നെ വളരെ പ്രധാനമാണ് നമ്മുടെ പോരായ്മകളെ തിരിച്ചറിയുക. മുശാഹദത്തു തഖ്സീർ. ഞാൻ നല്ല ഉഷാറായിട്ട് നന്മകളൊക്കെ ചെയ്യുന്നുണ്ട്, പടച്ചോൻ എൻ്റെ നിന്ന് സ്വീകരിക്കും, ഞാൻ ദീർഘമായി നിസ്കരിക്കുന്നുണ്ട്, ഞാൻ ഖുർആൻ ഇത്ര ഖത്മ ചെയ്തിട്ടുണ്ട്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ആ ഒരു പിന്നെ ഞാൻ ഭയങ്കര ഉഷാറായിട്ട് നല്ല പൂർണ്ണമാണ് എൻ്റെ കർമ്മങ്ങൾ എന്നുള്ള ചിന്ത വളരെ അപകടകരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുഅ്മിനൂന്റെ 60-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞല്ലോ, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലതുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. വല്ലദീന യുഅ്തൂന മാ ആതൗ, അവർ നൽകുന്നതൊക്കെയും നൽകുന്നവരാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് നൽകുന്നവരാണ്, ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുന്നവരാണ്, അവരെ കൊണ്ട് കഴിയുന്നതൊക്കെ പടച്ചവന്റെ മാർഗത്തിൽ കൊടുക്കുന്നവരാണ്. പക്ഷെ എങ്ങനെ കൊടുക്കുക? വഖുലൂബുഹും വജിലതുൻ, ഹൃദയങ്ങൾ നടുങ്ങിക്കൊണ്ടാ കൊടുക്കുക. ഹൃദയം നടുങ്ങി പേടിച്ച് വിറച്ച് അങ്ങനെ കൊടുക്കുക, അങ്ങനെ നിർവഹിക്കുക. വഅന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, അവർ തങ്ങളുടെ രക്ഷിതാവിലേക്ക് മടങ്ങിച്ചെല്ലാനുള്ളവരാണെന്നുള്ള പേടി അവർക്കുണ്ടാകുന്നതാണ്. ഈ ആയത്ത് കേട്ട സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്തിനാ അവർ പേടിക്കുന്നത്?
അവർ മോഷ്ടിക്കുന്നവരാണോ? അവർ വ്യഭിചരിക്കുന്നവരാണോ? അവർ പിന്നെ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണോ? എന്തിനാണ് അവർ പേടിച്ചുകൊണ്ട് പടച്ചവന്റെ മാർഗത്തിൽ നന്മകൾ ചെയ്യുന്നത്? എന്തിനാ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു, ലാ യാ ബിൻത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകളെ, അവർ മോഷ്ടിക്കുന്നവരല്ല, അവർ വ്യഭിചരിക്കുന്നവരല്ല, അവർ തെമ്മാടിത്തങ്ങളിൽ ഏർപ്പെടുന്നവരല്ല. മറിച്ച് വഹും യഖാഫൂൻ ഹുമുല്ലദീന യസൂമൂന വയസല്ലൂന വയതസദ്ദഖൂൻ വഹും യഖാഫൂന അല്ലാ യുതഖബ്ബല മിൻഹും. അവർ നോമ്പ് നോൽക്കും, നിസ്കരിക്കും, സദഖകൾ കൊടുക്കും, പക്ഷെ അവരിൽ നിന്നും അത് സ്വീകരിക്കപ്പെടുകയില്ലയോ എന്ന ഭയത്തോടു കൂടിയാണ് അതൊക്കെ ചെയ്യുക. അവർക്ക് മനസ്സിൽ പേടിയിരിക്കാരം, പടച്ചോൻ എന്റെ നിസ്കാരമൊക്കെ പടച്ചോൻ സ്വീകരിക്കുവോ? എന്റെ നോമ്പൊക്കെ റബ്ബ് സ്വീകരിക്കുവോ? എന്റെ ഖുർആൻ പാരായണൊക്കെ എത്രത്തോളം അള്ളാഹുവിന്റെ അടുത്ത് പരലോകത്ത് കനണ്ടാകും? എത്രത്തോളം നന്മയുടെ തുലാസിൽ വരും? എന്താ എന്റെ ഇബാദത്തിന്റെ ഒക്കെ ഒരു അവസ്ഥ? അതിൽ എത്രത്തോളം എനിക്ക് ഇഖ്ലാസ് ഉണ്ട്? എത്രത്തോളം മനസ്സാന്നിധ്യത്തോടു കൂടി നിർവഹിക്കാൻ സാധിക്കുന്നുണ്ട്? എത്രത്തോളം പ്രതീക്ഷയും അള്ളാഹുവിനോടുള്ള സ്നേഹവും ഭയവും ഒക്കെ എന്റെ മനസ്സിൽ നിന്ന് ഇബാദത്തുകൾ നിർവഹിക്കുന്നുണ്ട്? എത്രത്തോളം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനോട് യോജിക്കുന്ന രൂപത്തിൽ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്? ഈ ഒരു പേടി അവരുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാവും. ഇത് ആരെക്കുറിച്ചാ പറയുന്നത്? ഏതെങ്കിലും വിശ്വാസികളെ, ഒരു കേവല വിശ്വാസികളെ കുറിച്ചല്ല പറയുന്നത്. തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകളിൽ മത്സരിക്കുന്നവരാണവർ, ധൃതി പിടിക്കുന്നവരാണവർ. വഹും ലഹാ സാബിഖൂൻ, അതിൽ മുന്നിട്ട് വന്ന്, അതിൽ മുൻകടന്ന് വന്ന് ധൃതി പിടിച്ച് നന്മകളിൽ മുന്നേറുന്നവർ. അത്രയും ആവേശത്തിൽ നന്മകൾ ചെയ്യുന്ന ആളുകളാണ്. പക്ഷെ ആ അത്രയും നന്മ ചെയ്യുന്ന കൂട്ടത്തിലും അവരുടെ മനസ്സിൽ പേടി ഉണ്ടാകും. നമ്മളെ മാനസികാവസ്ഥ എന്താ നമ്മൾ പരിശോധിക്കാം അല്ലെ? ഞാൻ ഓരോ ഇബാദത്ത് ചെയ്യുമ്പോഴും ഞാൻ തിരക്കടില്ല, ഞാൻ 5 വക്ത് പള്ളിയിൽ കൃത്യം നിസ്കരിക്കുന്നുണ്ട്, ജമാഅത്തിന് പങ്കെടുക്കാത്ത എത്ര ആളുകളുണ്ട്, ഞാൻ തിരക്കടില്ല, ഞാൻ തറാവീഹ് അല്ലെങ്കിൽ ഖിയാമുലയിലൊക്കെ നിസ്കരിക്കുന്നുണ്ട്, ഇതൊന്നും നിസ്കരിക്കാത്ത എത്ര ആളുകളുണ്ട് എന്ന് മറ്റുള്ളവരുമായി തട്ടിച്ചു നോക്കി നമ്മൾ എന്തോ ഒരു നല്ല അവസ്ഥയിലാണ് എന്ന ചിന്തയിലേക്ക് നമ്മൾ എത്തിയാൽ അത് ഭയങ്കര അപകടമാണ്. അതിനാണ് ഉജ്ബ് എന്ന് പറയാം. ഉജ്ബ്, ഞാൻ തിരക്കടില്ല, എൻ്റെ അടുത്ത് കുറച്ച് നന്മകളൊക്കെ ഉണ്ട് എന്ന് ഞാൻ തോന്നുക, അത് ഭയങ്കര അപകടമാണ്. ഈ ഒരു നമ്മുടെ പോരായ്മകൾ തിരിച്ചറിഞ്ഞാൽ സഹോദരന്മാരെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 ഗുണം നമ്മളിൽ ഉണ്ടാകും അല്ലെ? എന്റെ അമലിന് ഒരുപാട് പോരായ്മയുണ്ട്, പ്രശ്നങ്ങളുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞാൽ 2 ഗുണം നമ്മളിൽ ഉണ്ടാകും. അതിൽ ഒന്നാമത്തെ ഗുണം എന്താന്ന് വെച്ചാൽ, അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ അങ്ങേയറ്റം വിനയാന്വിതരായി മനസ്സ് പൊട്ടുന്നവരായി മാറും. റബ്ബിന്റെ മുമ്പിൽ നമ്മൾ അങ്ങേയറ്റം വിനയമുള്ളവരായി, താഴ്മയും കീഴ്വണക്കവും ഉള്ളവരായി നമ്മൾ മാറും. അല്ലെങ്കിൽ നമുക്ക് ഞാൻ തിരക്കടില്ല എന്ന് തോന്നലേക്കാരം. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു കാണാൻ സാധിക്കും, ആ ഒരു താഴ്മയും കീഴ്വണക്കവും ഉണ്ടല്ലോ, ആ റബ്ബിന്റെ മുമ്പിൽ പൊട്ടുന്ന മനസ്സ്, ആ പൊട്ടുന്ന മനസ്സാണ് റബ്ബിന് ഏറ്റവും ഇഷ്ടം. എന്റെ കയ്യിൽ ഒന്നുമില്ല, ഞാൻ പാപ്പരാണ്, ഞാൻ പടച്ചവനെ നിന്നിലേക്ക് അങ്ങേയറ്റം ആശ്രിതനാണ് എന്ന ചിന്ത, അതാണ് റബ്ബിന് ഏറ്റവും ഇഷ്ടം. ആ ചിന്ത ഇല്ലാതിരിക്കുക എന്നുള്ളത് ഭയങ്കര നഷ്ടമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, അഖറബു ബാബിൻ ദഖല മിൻഹുൽ അബ്ദു അലല്ലാഹി തആല ഹുവൽ ഇഫ്ലാസ്. ഒരു അടിമ റബ്ബിലേക്ക് പ്രവേശിക്കുന്ന ഏറ്റവും അടുത്ത വഴി, അള്ളാഹുവിലേക്ക് അടുക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, പടച്ചവന്റെ അടുപ്പം കിട്ടാനുള്ള ഏറ്റവും ഷോർട്ട് കട്ട് എന്താ? അൽ ഇഫ്ലാസ്. ഞാൻ പാപ്പരാണ്, ഞാൻ ആശ്രിതനാണ് എന്ന ചിന്തയാണ്. പടച്ചവനിലേക്ക് ഞാൻ ആശ്രിതനാണ്, എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന ബോധ്യം. അതാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, ഫലാ യറാ ലിനഫ്സിഹി ഹാലൻ വലാ മഖാമ. അവനക്ക് ഒരു പ്രത്യേക അവസ്ഥ ഉണ്ട്, ഞാൻ അത്യാവശ്യം തിരക്കിടില്ലാത്ത തഖ്വയൊക്കെ ഉള്ള ഒരാളാണ്, എനിക്ക് നല്ല സൂക്ഷ്മതാബോധമൊക്കെ ഉണ്ട്, ഞാൻ എന്തോ ഒരു വലിയ ഒരു അവസ്ഥയിലേക്ക് ആയിക്കണ്, എനിക്കിങ്ങനെ എന്തൊക്കെയാ എന്നൊരു ചിന്ത അവന് ഒരിക്കലും തോന്നാതിരിക്കുക എന്നതാണ് അള്ളാഹുവിന്റെ സാമീപ്യം നേടാൻ ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്. ഈ ചിന്ത ശരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാകൽ എപ്പോഴാന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ അവകാശങ്ങളെ കുറിച്ചുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുമ്പോഴാണ്, പടച്ചവനോട് നമുക്കുള്ള ബാധ്യതകൾ നമ്മൾ തിരിച്ചറിയുമ്പോഴാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എത്രത്തോളം നമുക്ക് ബാധ്യതയുണ്ട്, ആ ബാധ്യതന്റെ അളവും തോതും നമ്മൾ നമ്മുടെ അമലുകളുമായി തുലനം ചെയ്ത് നോക്കുമ്പോൾ
നമ്മുടെ നന്മക്കൊന്നും ഒരു വിലയില്ല നമുക്കത് മനസ്സിലാവും. അല്ലെ, പടച്ചവനോടുള്ള ബാധ്യതകൾ നമ്മുടെ അമലുകളുമായി നമ്മുടെ നന്മകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഞാൻ എൻ്റെ റബ്ബിന്റെ ബാധ്യതകളിൽ ഒന്നും നിർവഹിക്കുന്നില്ല, പടച്ചവനോടുള്ള കടമകളിൽ ഒന്നും ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകും. അപ്പൊ പിന്നെ പടച്ചവന്റെ മുമ്പിൽ അങ്ങേയറ്റം വിനയുള്ളവരായി മാറും. അങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മുടെ അമലുകൾ നമ്മൾ പരിശോധിക്കും. നമ്മുടെ അമലുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടാകും, അതിൽ ഇഖ്ലാസിന്റെ കുറവുണ്ടാവും, അതിൽ റിയാ കടന്നു വന്നിട്ടുണ്ടാവും, അതിൽ വേണ്ടത്ര മനസാന്നിധ്യം ഉണ്ടാവില്ല എന്ന് നമ്മൾ അമലിന്റെ പോരായ്മയും കൂടി നമ്മൾ തിരിച്ചറിഞ്ഞാലോ പിന്നെ നമുക്ക് തോന്നൽ എന്തേ കാരണം അറിയോ? സ്വർഗം കിട്ടാൻ പോയിട്ട് നരകത്തുനിന്ന് കഴിച്ചിലാകാൻ പോലും എന്റെ അമലൊന്നും ഒന്നുമല്ല എന്നുള്ള തിരിച്ചറിവുണ്ടാവും. സ്വർഗം കിട്ടല് പോയിട്ട് അലാ ഇന്ന സിൽഅത്തല്ലാഹിൽ ജന്ന അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നിങ്ങൾ അറിയുക, അല്ലാഹുവിന്റെ ചരക്ക് സ്വർഗമാണ്. പടച്ചോൻ നമുക്ക് തരാന്ന് പറഞ്ഞത് സ്വർഗമാണ്. ആ സ്വർഗം വിലപിടിപ്പുള്ളതാണ്, എക്സ്പെൻസീവ് ആണ്. ആ സ്വർഗത്തിനൊക്കെ പറ്റി അമൽ ഇട്ടെടുത്തിട്ടുണ്ടോ അടച്ചറപ്പേ? നരകത്തുനിന്ന് കഴിച്ചിലാവാനുള്ള അമലെങ്കിലും ഇട്ടെടുത്തിട്ടുണ്ടോ റബ്ബേ എന്നുള്ള തിരിച്ചറിവൊക്കെ നമ്മൾ വരും. നമ്മൾ അമലിന്റെ പോരായ്മ നമ്മൾ തിരിച്ചറിഞ്ഞാൽ, അല്ലെ അതിന്റെ കുറവുകളെ നമ്മൾ മനസ്സിലാക്കിയാൽ, ആ തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളതും സയ്യിദുൽ ഇസ്തിഗ്ഫാറിലൂടെ നമ്മൾ പഠിപ്പിക്കപ്പെട്ടതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അബൂഉ ബിദംബി, അതാണ് അതിന്റെ ആശയം. അബൂഉ ബിദംബി എന്ന് പറയുമ്പോൾ അതാണ് അതിന്റെ ആശയം. അല്ലെ, എന്റെ അമലിന് ഒരുപാട് പോരായ്മയുണ്ട്, ഞാൻ നിന്നോട് നിർവഹിക്കുന്ന ഒന്നും വേണ്ട രൂപത്തിൽ നിർവഹിക്കുന്നില്ല പടച്ചോനെ, ഞാനിത് നിന്റെ മുമ്പിൽ ഏറ്റു പറയുന്നു എന്റെ പോരായ്മയെ. അതാണ് സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമ്മൾ പറയുന്നത്. ഇനി ഒന്നാമത്തെ കാര്യം ഇതാണ്, നമ്മൾ പടച്ചവന്റെ മുമ്പിൽ അങ്ങേറ്റം വിനയമുള്ളവരായി മാറും. നമ്മളെ പോരായ്മ തിരിച്ചറിഞ്ഞാൽ, നമ്മുടെ പോരായ്മയും കുറവും അമലിന്റെ ദുർബലതകളും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, രണ്ടാമത്തെ ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക അള്ളാഹുവിലേക്കുള്ള സത്യസന്ധമായ തൗബ ധാരാളമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ധാരാളമായി റബ്ബിലേക്ക് നമ്മൾ തൗബ ചെയ്ത് മടങ്ങും. തൗബ എന്നുള്ളത് നമ്മൾ എത്ര ഒരു ആരാധനാ കർമ്മം എത്ര തന്നെ നന്നാക്കി നമ്മൾ ചെയ്താലും, നമ്മൾ ഈ തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുമ്പോൾ നമ്മളെ മനസ്സിൽ ഇതിൽ പോരായ്മയുണ്ട്, പടച്ചവനുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നില്ല എന്ന ചിന്ത ഉണ്ടാകുമ്പോൾ, അപ്പൊ നമുക്ക് തൗബ ചെയ്യാനുള്ള മനസ്സ് ഇങ്ങനെ തന്നാൽ ഉണ്ടായിക്കൊണ്ടിരിക്കും. നമുക്ക് എന്തുകൊണ്ടാണ് തൗബ ചെയ്യാൻ മനസ്സിലാത്തത്? നമ്മൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് ദിക്റും ദുആക്കും നമ്മൾ ഇങ്ങനെ ചൊല്ലിയും പറയൊക്കെ ചെയ്യും. പക്ഷെ തൗബ ചെയ്യാൻ നമുക്കൊരു ആത്മാർത്ഥത, അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈഹി എന്ന് പറയുമ്പോൾ നമുക്കൊരു വേണ്ടൊരു മനസാന്നിധ്യം കിട്ടുന്നില്ലെങ്കിൽ, അല്ലാഹുമ്മ ഗ്ഫിർലി എന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ട രൂപത്തിൽ ഒരു ആത്മാർത്ഥത അതിൽ വരുന്നില്ലെങ്കിൽ അതിന് കാരണം എന്താ? ഈ പറഞ്ഞ തിരിച്ചറിവ് നമുക്ക് ഇല്ലാണ്ടാണ്. എനിക്ക് പോരായ്മകൾ ഉണ്ട് നമുക്ക് മനസ്സിലാവാത്തോണ്ടാണ്, ഞാൻ തിരക്കടില്ല എന്ന് ചിന്തിച്ചിട്ടാണ്. ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ ആരാധിച്ചിരുന്ന അബ്ദുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അന അലമുക്കും ബില്ലാഹി വഅത്ഖാകും ലഹ്, ഞാനാണ് അള്ളാഹുവിനെ കുറിച്ച് ഏറ്റവും അറിവുള്ളവൻ, ഞാനാണ് അവനോട് ഏറ്റവും ഭയഭക്തിയുള്ളവൻ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ ഒരു ദിവസം 70 തവണ 100 തവണ അള്ളാഹുവിനോട് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് മടങ്ങാറുണ്ടായിരുന്നു. ഒരു മജ്ലിസിൽ വെച്ച് 70 തവണ 100 തവണ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിഗ്ഫാർ ചെയ്യാറുണ്ടായിരുന്നു, തൗബ ചെയ്യാറുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹിക്ക് അത് പറ്റിയത്? അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ തിരിച്ചറിവ് ഏറ്റവും അധികമുള്ള വ്യക്തിയായിരുന്നു. എനിക്ക് പോരായ്മകൾ ഉണ്ട് ഏറ്റവും അധികം തിരിച്ചറിഞ്ഞത് ആരാ? ഏറ്റവും കൂടുതൽ റബ്ബിനെ ഇബാദത്ത് ചെയ്ത റസൂലുള്ളാഹിയാണ്. ഏറ്റവും കൂടുതൽ അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയ, അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടദാസനായ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എനിക്ക് പോരായ്മയുണ്ട്, കുറവുണ്ട്, എന്റെ അമൽ ഒന്നിനും പറ്റിയതല്ല എന്ന് ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞത് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തോന്നുകയാണ് എനിക്ക് പോരായ്മൊന്നുമില്ല, ഞാൻ ഹറാമൊന്നും ചെയ്യണില്ലല്ലോ, ഞാൻ സിനിമ ഒന്നും കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാന് പിന്നെ ഇവിടെ നാട്ടിൽ എന്തെല്ലാം പേക്കൂത്തുകൾ നടക്കുന്നുണ്ട്, പാടില്ലാത്ത കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഞാൻ അങ്ങനത്തിലൊന്നും പോയില്ലല്ലോ, ഞാൻ മ്യൂസിക് കേൾക്കലില്ലല്ലോ. നമുക്കിങ്ങനെ തോന്നുകയാണ്. അതുകൊണ്ട് ഞാൻ തിരക്കടില്ല, എനിക്ക് വലിയ ഞാനിപ്പോൾ അങ്ങനെ തൗബ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഞാനിങ്ങനെ പഠിച്ചോണ്ട് കുറെ ഇസ്തിഗ്ഫാർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ തൗബക്കും ഇസ്തിഗ്ഫാറിനും ഒരു മനസാന്നിധ്യം ഉണ്ടാവില്ല. അങ്ങനെ ചിന്തിച്ചാൽ എന്റെ അമൽ ഒന്നിനും പറ്റിയതല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവുമ്പോഴേ, പടച്ചവനോടുള്ള ബാധ്യത ഞാൻ നിർവഹിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴേ നമ്മളെ തൗബയും ഇസ്തിഗ്ഫാറും ആത്മാർത്ഥമാവുകയുള്ളൂ.
അതുകൊണ്ട് ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ചുരുക്കി പറഞ്ഞാൽ എത്രത്തോളം റബ്ബിനോടുള്ള സ്നേഹവും അള്ളാഹുവിനോടുള്ള തഅദീമും പടച്ചവനെ കുറിച്ചുള്ള അറിവും നമ്മുടെ മനസ്സിലുണ്ടോ അതിന്റെ തോതനുസരിച്ച് നമ്മുടെ പോരായ്മകൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. നമ്മുടെ പോരായ്മയും കുറവും ദുർബലതകളും നമ്മൾ തിരിച്ചറിയുന്നതിന്റെ തോതനുസരിച്ച് നമ്മുടെ തൗബയുടെ എണ്ണവും പെരുപ്പവും വലിപ്പവും അത് വലുതാവും. ധാരാളമായി ഇസ്തിഗ്ഫാറും തൗബയും നമ്മുടെ നാവിലും നമ്മുടെ മനസ്സിലും കടന്നു വന്നുകൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതാണ് രണ്ടാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട നോമ്പിൽ നിന്ന് പഠിക്കേണ്ട വിശ്വാസപാഠം. മൂന്നാമത് നോമ്പിൽ നമ്മൾ പഠിക്കേണ്ട വിശ്വാസപാഠം എന്താണെന്ന് വെച്ചാൽ നമ്മളൊക്കെ ഒരുപാട് കേട്ട് പരിചയിച്ച ഒരു ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സൗമു ലീ വഅന അജ്സി ബിഹി യദഉ ശഹ്വതഹു വഅക്ലഹു വശുർബഹു മിൻ അജ്ലി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. എന്താ ഇതിന്റെ അർത്ഥം? നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. അവന്റെ ഭക്ഷണവും പാനീയവും ദേഹേച്ഛയും എനിക്ക് വേണ്ടിയാണ് അവൻ വെടിയുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു പറഞ്ഞതായി പറയാൻ. അപ്പൊ എന്താണ് നോമ്പ് എനിക്കുള്ളതാണ് എന്ന് പറയാനുള്ള കാരണം? നോമ്പ് മാത്രമാണോ പടച്ചോനുള്ളത്? നിസ്കാരം ആർക്കുള്ളതാ? അള്ളാഹുവിനുള്ളതാണ്. ഖുർആൻ പാരായണം ആർക്കുള്ളതാണ്? അള്ളാഹുവിനുള്ളതാണ്. ഏത് ഇബാദത്ത് എടുത്താലും റബ്ബിനുള്ളതാണ്. പിന്നെ അത് നോമ്പിനെ കുറിച്ച് മാത്രം നോമ്പ് എനിക്കുള്ളതാണ് എന്ന് റബ്ബ് പറയാനുള്ള കാരണം എന്താണ് അതിന്റെ ഒരു രഹസ്യം? പണ്ഡിതന്മാർ അതിന് 2-3 രൂപത്തിൽ അതിനെ വിശദീകരിച്ച് കാണാൻ സാധിക്കും. ഒരു വിശദീകരണം എന്ന് വെച്ചാൽ മറ്റുള്ള ആരാധനാ കർമ്മങ്ങളെക്കാളൊക്കെ അള്ളാഹുവിന്റെ അടുക്കൽ വളരെ പ്രമുഖമായ ഏറെ ഇഷ്ടപ്പെട്ട ഇബാദത്താണ് നോമ്പ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ആരാധനാ കർമ്മത്തിന്റെ ഒക്കെ പ്രതിഫലം എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും അതിന്റെ തോത്. പക്ഷെ നോമ്പിനോടുള്ള റബ്ബിന്റെ ഇഷ്ടം കൊണ്ട്, അതിനോട് റബ്ബിനുള്ള പ്രിയം കൊണ്ട് അതിന്റെ പ്രതിഫലത്തിന്റെ തോത് പറഞ്ഞു തന്നാൽ പോലും മനസ്സിലാക്കാൻ പറ്റിയ പ്രതിഫലമല്ല. അതാണ് അതിന്റെ ആശയം. നമുക്ക് പടച്ചോൻ അതിന്റെ പ്രതിഫലത്തിന്റെ തോത് പറഞ്ഞു തന്നാൽ പോലും നമുക്ക് മനസ്സിലാവില്ല. അത്രയും പടച്ചോൻ പ്രതിഫലം കൊടുക്കും എന്തിന്? നോമ്പിന്. അത്രയും റബ്ബിന് ഇഷ്ടമുള്ള കർമ്മമാണ്. അതാണ് അസ്സൗമു ലീ വഅന അജ്സി ബിഹി. ഞാനാണ് അതിന് പ്രതിഫലം കൊടുക്കുക. അതിന്റെ കണക്കും തോതും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത്രയും വലിയ പ്രതിഫലമാണ് നോമ്പിനുള്ളത്. രണ്ടാമത് ആ ഹദീസിന്റെ വിശദീകരിച്ച രൂപം എന്താ വെച്ചാൽ പണ്ഡിതന്മാർ പറഞ്ഞത് മറ്റുള്ള പല ഇബാദത്തുകൾ, ദുആഉം റുകൂഉം സുജൂദും നിസ്കാരവും അങ്ങനെ പല ഇബാദത്തുകളും മക്കയിലെ മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി നൽകിയിരുന്നു. ബിംബങ്ങൾക്ക് വേണ്ടി, പ്രവാചകന്മാർ ഇബ്രാഹിം നബിക്ക് വേണ്ടി ഒക്കെ നൽകിയിരുന്നു, അവർ ആരാധ്യ വസ്തുക്കൾക്ക് വേണ്ടി. പക്ഷെ അവർ നോമ്പ് ഒരിക്കലും റബ്ബിന് വേണ്ടി അല്ലാതെ നോറ്റിരുന്നില്ല എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞ് കാണാൻ സാധിക്കും. നോമ്പ് പടച്ചോന് വേണ്ടി മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. നോമ്പിൽ ശിർക്കുണ്ടായിട്ടില്ല. മൂന്നാമത് ഒരു വിശദീകരണം പണ്ഡിതന്മാർ പറഞ്ഞതെന്ന് വെച്ചാൽ മറ്റുള്ള പല ഇബാദത്തുകളിൽ ഏത് ഇബാദത്ത് നമ്മൾ എടുത്തു വെച്ച് പരിശോധിച്ചു കഴിഞ്ഞാലും അതിലൊക്കെ ആളുകൾക്ക് അതിന്റെ പേരിൽ നമ്മളെ പുകഴ്ത്താനും ആളുകൾ കാണാനും ഒക്കെ ഒരു ചാൻസ് ഉണ്ട്. നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ, വീട്ടിൽ നിസ്കരിക്കുകയാണെങ്കിൽ വീട്ടുകാരെങ്കിലും അത് കാണും അല്ലെ? മക്കൾക്കോ ഭാര്യക്കൊക്കെ പറയാൻ പറ്റും, ഓ മൂപ്പരുടെ നിസ്കാരം മാഷാ അല്ലാഹ്. അത് വേറെയുള്ള ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാൻ പറ്റും അല്ലെ? വേറൊരു കാണാൻ പറ്റും. സകാത്തും സ്വതക്കൊക്കെ ആണെങ്കിലും അത് കിട്ടുന്നവരെങ്കിലും അറിയും. പക്ഷെ നോമ്പിന്റെ പ്രത്യേകത എന്താ? നോമ്പ് എന്ന ഇബാദത്ത് നിർവഹിക്കാൻ അടിസ്ഥാനപരമായി നോമ്പാകാൻ നമ്മൾ ഒന്നും ചെയ്യണ്ട. അതുകൊണ്ട് അത് ആരും കാണൂല. എന്തെങ്കിലും ചെയ്യുമ്പോഴല്ലേ ആളുകൾ കാണുള്ളൂ. നോമ്പിന് നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. ഭക്ഷണം കഴിക്കാതിരിക്കുക, വെള്ളം കുടിക്കാതിരിക്കുക, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുക ഒക്കെ ചെയ്യാതിരിക്കലേ ഉള്ളൂ. ഒന്നും ചെയ്യലില്ല. അത്താഴം കഴിച്ചില്ലെങ്കിലും നോമ്പാവും. നോമ്പ് തുറക്കുന്ന സമയത്ത് നോമ്പ് തുറക്കാൻ നമുക്കൊന്നും കിട്ടിയില്ല. നീയത്തോട് നോമ്പ് മുറിക്കാൻ പറ്റും. ഞാൻ നോമ്പ് മുറിച്ചു നീയത്താക്കിയാൽ നോമ്പ് മുറിഞ്ഞു.
നമ്മൾ അത്താഴത്തിന്റെ സമയത്ത് ഭക്ഷണം കഴിച്ചു, നോമ്പ് തുറക്കുമ്പോഴും ഭക്ഷണം കഴിച്ചു, നോമ്പാവോ? അതുകൊണ്ട് മാത്രം നോമ്പാവോ? ഇല്ല. നോമ്പാവണമെങ്കിൽ എന്ത് വേണ്ടി? നിയ്യത്ത് വേണം. നിയ്യത്തുണ്ടെങ്കിൽ നോമ്പാവുള്ളൂ. നിയ്യത്തില്ലെങ്കിൽ നോമ്പില്ല, നിയ്യത്തുണ്ടെങ്കിൽ നോമ്പുണ്ട്. വേറെ ഒന്നും അതിൽ ബാധകല്ല. നോമ്പാകാൻ വേറെ ഒന്നും ബാധകല്ല. അതുകൊണ്ട് തന്നെ നോമ്പിൽ എന്തില്ല? റിയാ ഇല്ല. നോമ്പിൽ റിയാ ഇല്ല എന്ന് പണ്ഡിതന്മാർ പറഞ്ഞത് കാണാൻ സാധിക്കും. അത് മനസ്സുകൊണ്ട് നിർവഹിക്കുന്ന ഇബാദത്താണ്. റിയാ കടന്നു വരാൻ. പിന്നെ നോമ്പ് നമ്മൾ വേറെ അറിയിക്കുമ്പോഴേ റിയാ ഉള്ളൂ. ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ടെന്ന് വേറെ ആൾ പറയുമ്പോൾ അറിയിക്കുമ്പോഴേ പിന്നെ റിയാന് സാധ്യത ഉള്ളൂ. അത് പറഞ്ഞില്ലെങ്കിൽ അറിയിച്ചില്ലെങ്കിലോ നോമ്പിൽ റിയാ വരാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്, എനിക്കാണ് അവന്റെ നോമ്പിനെ കുറിച്ച് അറിയുക എന്നുള്ള ആശയത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു. അപ്പൊ ഇങ്ങനെയൊക്കെ നോമ്പിന്റെ പ്രത്യേകതകൾ, അള്ളാഹുവിനുള്ളതാണ് നോമ്പ്, അതുകൊണ്ട് അള്ളാഹുവിന് പ്രതിഫലം നൽകുമെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകുമ്പോൾ ഈ അള്ളാഹുവിനുള്ളതാണ് നോമ്പ്, അതുകൊണ്ട് റബ്ബിന് പ്രതിഫലം നൽകും, ഈ രണ്ട് ആശയവും വേറൊരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അല്ലെ? റബ്ബിന് വേണ്ടി നിർവഹിക്കുക, റബ്ബിന്റെ പ്രതിഫലം കാക്ഷിക്കുക. നമ്മൾ ഒരുപാട് കേട്ട ഹദീസാണല്ലോ, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. എന്താ ഈമാൻ എന്ന് പറഞ്ഞാൽ? അതാണ് അല്ലാഹുവിന് വേണ്ടി. അസ്സൗമുലി, എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞത് അതാണ്. പടച്ചവന്റെ അള്ളാഹുവിലുള്ള ഈമാനാണ്, വിശ്വാസമാണ് നോമ്പ് നോൽക്കാനുള്ള എന്റെ പ്രേരകം, എന്റെ മോട്ടീവ്, വേറൊന്നുമല്ല. രണ്ടാമത്തെ എന്താ? ഇഹ്തിസാബൻ, പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട്. അതാണ് വഅന അജ്സി ബിഹി, ഞാനാണ് ഇതിന് പ്രതിഫലം നൽകുന്നത്, അത് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അതാണ് ഇഹ്തിസാബൻ, പ്രതിഫലം കാക്ഷിച്ചുകൊണ്ട്. എന്റെ ലക്ഷ്യം നോമ്പ് നോൽക്കാനുള്ള എന്റെ പ്രേരകം ഈമാനാണെങ്കിൽ നോമ്പ് നോൽക്കുമ്പോൾ എന്റെ ലക്ഷ്യം പടച്ചറപ്പിന്റെ പ്രതിഫലമാണ്. ഇത് നോമ്പിൽ മാത്രമല്ല, ഇത് ജീവിതത്തിൽ എല്ലാ മേഖലയിലും നമ്മൾ മനസ്സിരുത്തേണ്ട ഒരു പാഠമാണ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും അള്ളാഹുവിലുള്ള വിശ്വാസത്തിന്റെ പേരിൽ അത് ചെയ്യാം. ഞാൻ എന്തിനു ചെയ്യുന്നു? ഞാൻ റബ്ബിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയാണ്, മുസ്ലിമാണ്, മുഅ്മിനാണ്, അതുകൊണ്ട് ഞാൻ അത് ചെയ്യണം. ഞാൻ ഇത് ചെയ്യുമ്പോൾ എന്റെ ലക്ഷ്യം എന്താ? അള്ളാഹുവിന്റെ പ്രതിഫലമാണ് എന്റെ ലക്ഷ്യം. ഞാൻ ഇത് ചെയ്യാനുള്ള എന്റെ പ്രേരകം ഞാൻ പിന്നെ ചെയ്തില്ലെങ്കിൽ നാട്ടുകാരുടെ മോശക്കാരനാവൂലേ എന്നുള്ളതല്ല. അല്ലെങ്കിൽ അങ്ങനെ വേറെ എന്തും ആകാം, ആളുകളുടെ ഇടയിൽ പിന്നെ അത് ശരിയല്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ ഒരാളെ സഹായിക്കുന്നുണ്ടെങ്കിൽ സഹായിക്കാതെ ആളുകൾ എന്തെങ്കിലും പറയൂലേ, ഇങ്ങനെയുള്ള സംഗതികളൊന്നും ഒരു വിശ്വാസിയുടെ മനസ്സിൽ, അവന്റെ ജീവിതത്തിൽ സ്വാധീനിക്കാൻ പാടില്ല. ഈമാനൻ ബില്ലാഹ്, അള്ളാഹുവിലുള്ള ഈമാനായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങളുടെ പ്രേരകം. ഇനി അത് ചെയ്യുമ്പോൾ നമ്മുടെ ലക്ഷ്യം എന്താ? ആളുകൾ ഇതിനെ കുറിച്ച് നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ ഓലൊക്കെ ഒന്ന് കാണട്ടെ, അല്ലെങ്കിൽ ഓലൊക്കെ ഒന്ന് അറിയട്ടെ, അതല്ല. ലക്ഷ്യം പടച്ചവന്റെ പ്രതിഫലമാകണം. അപ്പൊ ഈ ഒരു പാടുണ്ടല്ലോ, അള്ളാഹുവിനുള്ള ഈമാൻ ആയിരിക്കണം എന്ത് കാര്യത്തിനും നമ്മളെ പ്രേരകം, അവന്റെ അടുക്കുള്ള പ്രതിഫലമായിരിക്കണം എന്തു കാര്യത്തിലും നമ്മുടെ ലക്ഷ്യം. ഇത് പഠിക്കാൻ ഏറ്റവും നല്ല ഇബാദത്താണ് നോമ്പ്. അതുകൊണ്ടാണ് നോമ്പിനെ കുറിച്ച് പറഞ്ഞ പ്രത്യേകം അസ്സൗമുലി വഅന അജ്സി ബിഹി ഈമാനൻ വഹ്തിസാബൻ എന്നൊക്കെ പ്രത്യേകം ഹദീസുകളിൽ വന്നത്. ആ ഇഖ്ലാസ് പഠിപ്പിക്കാം, ആ പ്രതിഫലേച്ഛയെ പഠിപ്പിക്കാം. അതുകൊണ്ട് അത് നമ്മൾ നോമ്പെന്ന് പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ എന്ത് നമ്മൾ ചെയ്യുമ്പോഴും ഈ ലക്ഷ്യത്തിൽ നമ്മൾ തെറ്റുന്നില്ല, നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മളെ പ്രേരകം മാറിപ്പോകുന്നില്ല, നന്മകൾ ചെയ്യാനുള്ള നമ്മുടെ പ്രേരകം മാറിപ്പോകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അല്ലെ, ഒരൊക്കെ കൊടുത്തു, ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ കൊടുക്കാതെ എന്റെ പേരിൽ വന്നില്ലെങ്കിൽ മോശമല്ലേ എന്ന ചിന്ത ഒരിക്കലും ഒരു കാര്യം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കാൻ പാടില്ല. അങ്ങനെയുള്ള എന്നുള്ള പാഠം നോമ്പിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നാലാമതായി നോമ്പിൽ നമ്മൾ പഠിക്കേണ്ട ഒരു വിശ്വാസ പാഠം, നമ്മളിപ്പോ പറഞ്ഞല്ലോ നോമ്പിന്റെ പ്രതിഫലം നമ്മൾ കാക്ഷിക്കണം എന്ന് പറഞ്ഞു. ശരിക്ക് നമ്മൾ നിർവഹിക്കുന്ന ഇബാദത്തുകൾ ശരിക്ക് നമുക്ക് ആസ്വദിക്കാൻ പറ്റുക, അനുഭവിക്കാൻ പറ്റുക എപ്പോഴാന്ന് ചോദിച്ചാൽ അതിന്റെ പ്രതിഫലത്തെ മനസ്സിലാക്കിക്കൊണ്ട് ചിന്തിച്ചുകൊണ്ട് ചെയ്യുമ്പോഴാണ്. നമ്മള് റമദാൻ രാവിലെ ആവുന്നു, അത്താഴം കഴിക്കുന്നു, നോമ്പുറക്കുന്നു, അടുത്ത ദിവസം അത്താഴം കഴിക്കുന്നു, നോമ്പുറക്കുന്നു, അങ്ങനെ നോമ്പ് അങ്ങനെ നോറ്റു പോകുന്നു.
ഇങ്ങനെ നോൽക്കുന്ന ഒരാളെ നോമ്പും അത്താഴം കഴിക്കുമ്പോ തന്നെ ഒരാളെ മനസ്സിൽ വരികയാണ്, അല്ല ഇന്നിപ്പോ ഞാൻ നോൽക്കാൻ പോകുന്ന നോമ്പോണ്ട് എനിക്ക് ബാബുർ റയ്യാൻ കിട്ടണം എന്ന് മനസ്സിൽ കൊണ്ടുവന്നുകൊണ്ട്, അത് മനസ്സിൽ ആ ചിന്ത കൊണ്ടുവന്നുകൊണ്ട് നോമ്പ് കേൾക്കുന്ന ഒരാളെ നോമ്പ് തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അവരുടെ നോമ്പിന്റെ ചിട്ടയിലും അതിന്റെ മര്യാദകളിലും അല്ലെ. അതുപോലെ എന്റെ മുൻകഴിഞ്ഞ പാപങ്ങൾ മുഴുവൻ പൊറുക്കപ്പെടാനുള്ളതാണ് എന്റെ ഇന്നത്തെ നോമ്പ്. ആ ചിന്തയോടുകൂടി നോമ്പ് നോൽക്കുക അല്ലെ. എനിക്ക് ഈ റമദാനും അടുത്ത റമദാനും ഇടയിലുള്ള പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ ഉതകുന്നതാകണം എന്റെ നോമ്പ്. ആ ചിന്തയോടുകൂടി നോമ്പ് നോൽക്കുക. തുല്യതയില്ലാത്ത കർമ്മമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കർമ്മമാണ് നോമ്പ് എന്ന ചിന്തയോടുകൂടി നോമ്പ് നോൽക്കുക. ഈ റമദാൻ ഉപയോഗപ്പെടുത്തിയാൽ എനിക്ക് ഷഹീദിനേക്കാളും മുൻപേ സ്വർഗത്തിൽ പോകാനുള്ള ഒരു അവസരം ഒരു പക്ഷേ കിട്ടിയേക്കാം എന്ന ചിന്തയോടുകൂടി നോമ്പ് നോൽക്കുക. ഇഹ്തിസാബ് എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബ് ഓഫർ ചെയ്ത പ്രതിഫലത്തെ മനസ്സിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നോൽക്കാൻ സാധിച്ചാൽ ഏത് ഇബാദത്തും അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ആസ്വാദനായിരിക്കും. നമുക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ ഭയങ്കര പ്രയാസമാണ്. ഒരു ഹദീസ് നമ്മൾ ആലോചിച്ചാൽ മതി, മനസ്സിൽ മടി. 2 റക്അത്ത് നിസ്കരിക്കാൻ സുന്നത്ത് നിസ്കാരത്തിന്റെ സമയമാണ്, മനസ്സിലൊരു മടി വരികയാണ്, ഇനിയിപ്പോ നിസ്കരിക്കാൻ തൽക്കാലം ഇപ്പൊ ഇവിടെ ഇരിക്കുക. ഒരൊറ്റ ഹദീസ് ആലോചിച്ചാൽ മതി, നമ്മൾ ഓട്ടോമാറ്റിക് നിസ്കരിക്കും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ കിടക്കുന്ന ഒരു ഖബറാളിയെ ചൂണ്ടിയിട്ട് പറഞ്ഞ ഹദീസ് ഉണ്ട് അല്ലെ, നിങ്ങൾ ഇപ്പോൾ നിസ്സാരമായി കാണുന്ന 2 റക്അത്ത് നിസ്കാരമുണ്ടല്ലോ, ആകാശ ഭൂമികളെക്കാൾ മുഴുവൻ ഈ ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് പ്രിയങ്കരമാണ് ഇപ്പോൾ അത്. ആ ഒരു ഹദീസ് ആലോചിച്ച് നമ്മൾ തന്നാലും എഴുന്നേറ്റ് നിസ്കരിക്കും. എന്തതിന്റെ കാരണം? ആ പ്രതിഫലം മനസ്സിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അസ്റിന്റെ മുമ്പ് 4 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ? ബരിഅ മിനൻ നിഫാഖ് നിന്ന് രക്ഷപ്പെട്ടു എന്നാണ്. ഓർമ്മ ശരിയാണെങ്കിൽ അതന്നെ പ്രതിഫലം. അപ്പോ അസ്റിന്റെ മുമ്പ് 4 റക്അത്ത് നിസ്കരിക്കാൻ നമുക്ക് മടി. ആ ഹദീസ് മനസ്സിൽ കണ്ട് കൊണ്ടുവന്നാൽ ആ മടിയാണ് പോകും. അത് പ്രതിഫലം ആലോചിച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ആസ്വാദനായിരിക്കും. നമുക്ക് ഇങ്ങനെ ഒരു സംഗതി കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത് ചിന്തയോടുകൂടി ചെയ്യുമ്പോൾ, ഓട്ടോമാറ്റിക് ചെയ്യുമ്പോൾ അതൊരു അഴകുഴമ്പൻ അലസതയോടുകൂടിയുള്ള ചെയ്തിയായിരിക്കും. അതുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പാഠം, നമ്മൾ നിർവഹിക്കുന്ന ഇബാദത്തുകളിൽ പടച്ച റബ്ബ് ഓഫർ ചെയ്ത പ്രതിഫലങ്ങളെ പഠിച്ച് മനസ്സിലാക്കിയത് മനസ്സിരുത്തി ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവുക. അപ്പൊ നമ്മുടെ നോമ്പിൽ ഭയങ്കരമായി നമുക്ക് ആസ്വദിക്കാനും അത് അനുഭവിക്കാനും അത് ക്ഷമയോടുകൂടി അതിൽ ഉറച്ച് നിലനിൽക്കാനും നമുക്ക് സാധിക്കും. അല്ലാഹു നമുക്കൊക്കെ നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഇത് നമ്മൾ പറയുമ്പോൾ പ്രതിഫലം കാക്ഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യവും ഇപ്പത്തെ കാര്യവും നമ്മളൊന്ന് ബന്ധിപ്പിച്ച് മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞൊരു കാര്യമാണല്ലോ, നമ്മൾ നമ്മുടെ ആരാധനാ കർമ്മത്തിന്റെ പോരായ്മകൾ തിരിച്ചറിയണം എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ നമ്മൾ പറഞ്ഞ എന്താ? അള്ളാഹുവിന്റെ പ്രതിഫലങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യണം. അപ്പൊ നമ്മുടെ പോരായ്മകൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് പടച്ചോൻ സ്വീകരിക്കൂല എന്നുള്ള പേടിയുണ്ടാവുക. എന്നാൽ പടച്ചറപ്പിന്റെ പ്രതിഫലത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്ത് വേണം? പ്രതീക്ഷിച്ച് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകേണ്ടവരാണ് വിശ്വാസികൾ. അതായത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആരാധന, ഒരു ഇബാദത്തിന് ഒരു പ്രതിഫലം തരാമെന്ന് പടച്ചോന്റെ വാഗ്ദാനമുണ്ടെങ്കിൽ അള്ളാഹു ഒരിക്കലും അവന്റെ വാഗ്ദാനം ലംഘിക്കുകയില്ല. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. അള്ളാഹു ഒരിക്കലും അവന്റെ വാഗ്ദാനം ലംഘിക്കൂല. പടച്ചറപ്പ് ഓഫർ ചെയ്ത് അള്ളാഹു തരും, ഉറപ്പാണ്. അത് തരാതിരിക്കുകയില്ല. അള്ളാഹു അവന്റെ പ്രതിഫലം തരുമെന്നുള്ള ഉറപ്പാണ്. അതിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടാൽ, ആ ഇബാദത്തിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടാൽ, അതിൽ വരാൻ പാടില്ലാത്ത കാര്യങ്ങൾ വരാതിരുന്നാൽ അള്ളാഹു പ്രതിഫലം തരും. അപ്പൊ ആ പ്രതിഫലത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവണം? പറഞ്ഞോളി. പ്രതീക്ഷയുണ്ടാകണം. എന്നാൽ അതേ സമയം മറ്റൊരു കാര്യം കൂടി നമ്മൾ ആലോചിക്കണം. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, എന്റെ പോരായ്മ അല്ലെ, ഞാൻ അള്ളാഹു പ്രതിഫലം തരാൻ നേടിയിട്ടുണ്ട്, പക്ഷെ ആ പ്രതിഫലം നേടാൻ മാത്രം നല്ല ഇബാദത്താണോ എന്റെ ഇബാദത്ത്? എന്റെ നിസ്കാരത്തിന്റെ അവസ്ഥ എന്താണ്? എനിക്ക് മനസാന്നിധ്യത്തോടുകൂടി പടച്ചറപ്പിനോടുള്ള മുനാജാത്തിലാണ് ഞാൻ എന്ന ചിന്തയോടുകൂടി നിസ്കരിക്കാൻ പറ്റാറുണ്ടോ? എന്റെ ദിക്റിന്റെയും ഖുർആൻ പാരായണത്തിലേക്ക് എത്രത്തോളം ഇഖ്ലാസ് എനിക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ള നമ്മുടെ അമലിന്റെ പോരായ്മകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്ത് വേണം? പേടി വേണം. അത് രണ്ടും വേണം.
നമ്മുടെ പോരായ്മകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ പേടിയും, അങ്ങനെ ആലോചിച്ചുകൊണ്ടുള്ള പേടിയും, അള്ളാഹുവിന്റെ വാഗ്ദാനത്തെ കുറിച്ച് ആലോചിച്ചുകൊണ്ടുള്ള പ്രതീക്ഷയും, ഇതിന്റെ ഇടയിലൂടെയാണ് ഒരു വിശ്വാസി റബ്ബിലേക്ക് പോകേണ്ടത്. ഇത് രണ്ടും ഒരുമിച്ചുണ്ടാകണം. ഇതിലേതെങ്കിലും ഒന്ന് പോയാൽ അത് പ്രശ്നമാണ്. അത് രണ്ടും ഒരുമിച്ച് ഉണ്ടാകേണ്ടതുണ്ട്. ഖൗഫും റജാവും വേണം, അല്ലെ? ഭയവും വേണം, പ്രതീക്ഷയും വേണം. അതുപോലെ തന്നെ അഞ്ചാമതായി, നമുക്ക് എത്ര സമയ ക്ലാസ്? 2:30. അഞ്ചാമതായി നമ്മൾ നോമ്പിൽ നിന്ന്, റമദാനിൽ നിന്ന് പഠിക്കേണ്ട, അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. റമദാനിൽ പടച്ചോ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം. ആ പാഠം എന്താ അറിയോ? നമ്മൾ റബ്ബിന്റെ അടിമകളാണ് എന്നുള്ള പാഠമാണ്. നമുക്ക് ഇടയ്ക്കിങ്ങനെ തോന്നും, എന്റെ സ്വാതന്ത്ര്യം, എന്റെ അവകാശം ഞാനല്ലേ തീരുമാനിക്കാം, എന്റെ ശരീരം എന്റെ അവകാശമല്ലേ, എന്റെ സമ്പത്ത് എങ്ങനെ ചെലവാക്കണം ഞാനല്ലേ തീരുമാനിക്കേണ്ടത്, ഇത് എന്റെ വീടല്ലേ, എന്റെ വാഹനല്ലേ. പടച്ചോൻ റമദാനിൽ നമ്മളവിടെ പഠിപ്പിക്കുകയാണ്, നിങ്ങളൊന്നും നിങ്ങളുടെയല്ല. നമ്മളെ പൈസക്ക്, നമ്മുടെ പണം കൊടുത്ത് നമ്മൾ വാങ്ങിയ നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണം നമുക്ക് റമദാനിൽ പകൽ തിന്നാൻ പറ്റുമോ? പറ്റൂല. അത് എന്റെ സമ്പത്തോട് ഞാൻ വാങ്ങിയതാണ്, ഞാൻ എന്റെ ശരീരത്തിനാണ് കഴിക്കുന്നത്, ഞാൻ എന്റെ വീട്ടുകാർക്കാണ് കൊടുക്കുന്നത്. അവിടെ പറയാൻ പറ്റുമോ? വിശ്വാസിക്ക് പറയാൻ പറ്റൂല. റമദാൻ 30 ദിവസം അല്ലെങ്കിൽ 29 ദിവസം നോമ്പ് പറ്റൂ, പകല് പട്ടിണി അടന്നു. നമ്മൾ വിചാരിക്കുക, അള്ളാഹു എങ്ങാനും ഒരു കൽപ്പന ഇറക്കുകയാണെന്ന് വിചാരിക്കുക, ഇനി മുതൽ നിങ്ങൾ നോമ്പ് നോൽക്കേണ്ടത് രാത്രിയാണ്, പകല് നോൽക്കേണ്ടതില്ല. നമുക്ക് പറയാൻ പറ്റുമോ? പടച്ചോനെ എന്താ പറ്റൂല, ഇനി ഞാൻ പകൽ തന്നെ പട്ടിണി എടുക്കുള്ളൂ, പകലിനെ നോമ്പ് നോൽക്കുള്ളൂ, നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. പടച്ചോൻ പറയുന്നു, നമ്മൾ അനുസരിക്കുന്നു, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ വെറുതെ പറയണം. എന്റെ ശരീരം, എന്റെ അവകാശം, എന്റെ സ്വാതന്ത്ര്യം ഒന്നുമില്ല. നമ്മൾ അടിമകളാണ്, റബ്ബിന്റെ അടിമകളാണ്. പടച്ചോൻ നമ്മളെ ഉടമയാണ്. അല്ലെ? റമദാൻ കഴിഞ്ഞു 30 അല്ലെങ്കിൽ 29 ശവ്വാൽ 1, ഒരു ദിവസം കൂടി എക്സ്ട്രാ നോമ്പ് നോൽക്കാൻ നമുക്ക് പറ്റുമോ? ശവ്വാൽ 1 നോമ്പ് നോൽക്കാൻ പറ്റുമോ? പറ്റൂല. അന്ന് നോമ്പ് നോൽക്കൽ ഹറാമാണ്, അന്ന് പട്ടിണി എടുക്കാൻ പാടില്ല. എന്താ 30 ദിവസം 29 ദിവസം പട്ടിണി എടുക്കുന്ന ഒരു പ്രശ്നമില്ല, കൂലി കിട്ടും. ഒരു 31ാമത്തെ ദിവസം കൂടി അധികം പട്ടിണി എടുത്തപ്പോൾ എന്താ പ്രശ്നം ചോദിക്കാൻ നമുക്ക് അവകാശം ഉണ്ടോ? അതിന് അവകാശം നമുക്ക് പടച്ചോൻ തന്നിട്ടില്ല. ഇതാണ് ശരിക്കും അടിമത്തം എന്ന് പറഞ്ഞാൽ. ഇതല്ല അടിമത്തം. എന്താണോ യജമാനൻ പറഞ്ഞത് അത് കേൾക്കുക, അത്രേ ഉള്ളൂ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ റോള്. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇങ്ങനെ മറക്കും. അപ്പോഴാണ് നമ്മൾ പിന്നെ പടച്ചോനെ മറന്നിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് പോവുക. അപ്പൊ റമദാൻ നമ്മളത് ഓർമ്മിപ്പിക്കുകയാണ്. എത്ര വലിയ പണക്കാരനാണെങ്കിലും നോൽക്കാൻ തീരുമാനിക്കണം, ഞാൻ 10,000-ങ്ങൾക്ക് ഭക്ഷണം കൊടുത്താളാ, ഞാൻ പകല് പട്ടിണി എടുക്കൂല തീരുമാനിച്ചാൽ പറ്റുമോ? പറ്റൂല. പട്ടിണി എടുക്കാൻ പറഞ്ഞ പട്ടിണി എടുക്കാൻ തന്നെ വേണം, നിസ്കരിക്കാൻ പറഞ്ഞ നിസ്കരിക്കാൻ തന്നെ വേണം. കൽപ്പിച്ചത് ചെയ്യുക, അത്രേ ഉള്ളൂ നമുക്ക്. അതിന്റെ അപ്പുറത്തേക്ക് റോള് പടച്ചോൻ ദുനിയാവില് അവന്റെ അടിമകളായി നമുക്ക് തന്നിട്ടില്ല. ദർസുൽ ഉബൂദിയ്യ, അടിമത്തം എന്ന പാഠം നമ്മൾ പഠിക്കണം. അത് റമദാനിലൂടെ പടച്ചോൻ നമ്മളെ പഠിപ്പിക്കണം. നമ്മൾ റബ്ബിന്റെ അടിമകളാണെന്നുള്ള പാഠം നമ്മളെ പഠിപ്പിക്കണം. അതും സയ്യിദുൽ ഇസ്തിഗ്ഫാർ നമ്മൾ പറയുന്നുണ്ട്, ഖലഖ്തനി എന്താ ബാക്കി, വഅന അബ്ദുക്, പടച്ചോൻ നീയാണ് എന്നെ പടച്ചത്, ഞാൻ നിന്റെ അടിമയാണ്. പടച്ചോന്റെ മുമ്പിൽ ഞാൻ നിന്റെ അടിമയാണെന്ന് പ്രഖ്യാപിക്കണം എന്ന് രാവിലെ വൈകുന്നേരം. ഇങ്ങനെയൊക്കെ പ്രഖ്യാപിച്ചൊരു മനുഷ്യൻ പിന്നെ എത്ര നല്ല മനസ്സിന്റെ ഉടമയായിരിക്കും. ചിന്തിച്ചും ആലോചിച്ചും ആ പ്രാർത്ഥന പറയുകയാണെങ്കിൽ അതുകൊണ്ടാണ് സ്വർഗം ഉറപ്പാന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എങ്കിൽ സഹോദരന്മാരെ, ആ പാഠം നമ്മൾ പഠിക്കേണ്ടത്. സമിഅതു വഅതഅതു, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചാൽ കേട്ടു, അനുസരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞു എന്നാൽ ആമൻതു വസദ്ദഖ്തു, ഞാൻ വിശ്വസിച്ചു, സത്യപ്പെടുത്തി. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു നിലപാട് വിശ്വാസികൾക്കില്ല എന്ന പാഠം അല്ലാഹു റമദാനിലൂടെ, നോമ്പിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിലൂടെ, റമദാനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠമാണ്, പടച്ച റബ്ബ് ആദരിച്ചതിനെ നമ്മൾ ആദരിക്കണം, അവൻ ഇഷ്ടപ്പെട്ടതിനെ നമ്മളും ഇഷ്ടപ്പെടണം. മറ്റുള്ള മാസങ്ങളൊന്നും പോലെയല്ല റമദാനിനെ വിശ്വാസികൾ കാണാം. റമദാൻ ആയി കഴിഞ്ഞാൽ അതിന് ഒരു പ്രത്യേക ആദരവ് നമ്മൾ കൊടുക്കും, അല്ലെ അതിനൊരു ബഹുമാനം നമ്മൾ കൊടുക്കും.
ബാക്കിയുള്ള 11 മാസവും തമ്മാടിത്തം കാണിച്ച് ഒരു പടച്ചോനെ പേടില്ലാതെ ജീവിച്ച മനുഷ്യനെ കാരണം. പക്ഷെ റമദാൻ ആകുമ്പോൾ മനസ്സിലേക്ക് എന്ത് വരും? അത് ബാക്കിയുള്ള മാസങ്ങളെ പോലെയല്ല. അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുക, അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അള്ളാഹു ഇഷ്ടപ്പെട്ടതിനെ ഇഷ്ടപ്പെടുക. ആ റമദാനിനോടുള്ള തഅ്ളീം, ആ ഒരു ബഹുമാനം, അതിന്റെ ഭാഗമായാണ് നമ്മൾ ഈ മാസം ഹറാമുകൾ ചെയ്ത് നമ്മൾ കുറച്ചധികം ജാഗ്രതയോടുകൂടി കാണും. നമ്മളല്ലാത്ത സമയം സ്ഥിരമായിട്ട് ചെയ്തോളൂ റമദാൻ റമദാനിൽ വേണ്ട. അത് എവിടുന്ന ഒരു വിശ്വാസത്തിന്റെ മനസ്സിലേക്ക് വരുന്നത്? പടച്ച റബ്ബ് പ്രത്യേകം ആദരിച്ച മാസമാണ്, ബാക്കിയുള്ള മാസങ്ങളെ പോലെ ഈ മാസം കണ്ടാൽ ശരിയാവില്ല. ഇത് പടച്ചോന് പരിഗണന നൽകിയ സമയമാണ്. അപ്പോൾ ബാക്കിയുള്ള സമയങ്ങളെ പോലെ ഈ സമയത്തെ കണ്ടാൽ പോരാ. അതുകൊണ്ട് ഈ മാസം ഞാൻ ആ ഹറാമൊന്നും ചെയ്യൂല. അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കുകയാണ്, അല്ലേ? അതുപോലെ നമ്മുടെ അവയവങ്ങൾ, നമ്മുടെ കണ്ണും നമ്മുടെ കാതും ഒക്കെ ഹറാമുകളിൽ നിന്ന് നമ്മൾ സംരക്ഷിക്കണം, അല്ലെ? അള്ളാഹുവിനുള്ള അനുസരണത്തിലായി നമ്മൾ അതിനെ വിനിയോഗിക്കണം. കഴിയുന്ന പോലെ ഈ ഒരു മാസത്തിൽ നമ്മൾ നമ്മുടെ അവയവങ്ങളെ നമ്മൾ അതിനുള്ള പരിശീലനം നമ്മൾ നൽകണം. അതുപോലെ തന്നെ പല ആളുകളുണ്ട് റമദാൻ വന്നതും പോകണമെന്ന് പോലെ ജീവിതത്തിൽ അറിയുന്നില്ല. റമദാൻ ആയാലും നമ്മൾ ഈ പറഞ്ഞ ഗുണമൊന്നും ഇല്ലാത്ത ആളുകൾ, റമദാൻ ആണെങ്കിലും വേണ്ടില്ല അല്ലെങ്കിലും വേണ്ടില്ല, ഒരു പള്ളിയില്ല, ജമാഅത്തില്ല, നിസ്കാരവും ഇല്ല, ഒന്നുമില്ല, അങ്ങനെ എന്തോ ഹാലിൽ നടക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ആദരിച്ചതിനെ ആദരിക്കുക, അവൻ ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞ ഒരു ഗുണവും അവരുടെ ജീവിതത്തിൽ ഇല്ലാത്ത ഹതഭാഗ്യരാണ് അവർ. അതുകൊണ്ട് ആ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. പ്രത്യേകിച്ച് അവസാനത്തിലേക്ക് വരുമ്പോൾ ഈ പ്രശ്നം വല്ലാതെ ആളുകളെ പിടികൂടും. തുടക്കത്തിലേക്ക് ഒരു ആവേശം, ഈ പറഞ്ഞ ഒരു റമദാൻ മാസത്തിനോടുള്ള ബഹുമാനമൊക്കെ ഉണ്ടാവും. അവസാനത്തേക്ക് വരുമ്പോൾ അതൊക്കെ ഇങ്ങനെ പോകും. അതൊക്കെ ഭയങ്കര നഷ്ടമാണ്. അള്ളാഹു ആദരിച്ചതിന് നമ്മൾ ആദരിക്കുക എന്നുള്ളത് വളരെ പ്രധാനം. പ്രത്യേകിച്ച് അവസാനത്തിലേക്ക് വരുമ്പോൾ മഹത്വം കൂടുകയാണ് ചെയ്യുന്നത്, പ്രതിഫലം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ ആദരവും അള്ളാഹു നൽകുന്ന സ്ഥാനവും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സിലെന്ത് ചെയ്യണം? ആ സ്ഥാനമാനങ്ങളും ആ സമയത്ത് നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യവും അത് വർദ്ധിക്കണം. അതുകൊണ്ട് അള്ളാഹു തഅ്ളീം ചെയ്തതിന് തഅ്ളീം ചെയ്യുക എന്നുള്ളത് റമദാനിൽ നമ്മൾ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠമാണ്. ഏഴാമതായി നമ്മൾ നോമ്പിൽ നിന്ന് പഠിക്കേണ്ട പാഠം എന്താ വെച്ചാൽ, നോമ്പ് കൊണ്ട് പടച്ച റബ്ബ് ലക്ഷ്യം വെച്ച ഒരു ആത്മീയമായ ഒരു റിസൾട്ട് ഉണ്ട്, നമുക്ക് കിട്ടേണ്ട റിസൾട്ട്, അല്ലേ? ഒരു ഈമാനികമായ ഒരു റിസൾട്ട് നമുക്ക് കിട്ടാണ്ട്. എന്താണത്? ലഅല്ലക്കും തത്തഖൂൻ, തഖ്വ നേടുക എന്നുള്ളതാണ്. തഖ്വ നേടുന്നില്ലെങ്കിൽ പിന്നെ നോമ്പ് കൊണ്ട് ഒരു കാര്യവുമില്ല. നമ്മൾ പറഞ്ഞല്ല, റസൂലുള്ളാഹി പറഞ്ഞാണ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി, ലെ മോശപ്പെട്ട വാക്കും പ്രവർത്തനങ്ങളും ആരാണോ ഒഴിവാക്കാത്തത്, വൽ ജഹ്ല അവിവേകം ആരാണോ വെടിയാത്തത്, ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വ ശറാബഹു, അവൻ ഭക്ഷണവും പാനീയൊക്കെ ഒഴിവാക്കിയത് അല്ലാഹുവിന് ഒരു ആവശ്യവും ഇല്ല. പടച്ചോൻ അവന്റെ ഭക്ഷണം പാനീയം ഒഴിവാക്കിയില്ല, പടച്ചോന് ഒരു ആവശ്യമില്ല, അവന്റെ നോമ്പുകൊണ്ട് ഒരു കാര്യമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് ആ തഖ്വ നേടുക എന്നുള്ളത് അതാണ് നോമ്പിന്റെ ലക്ഷ്യം. മഹാനായ മൈമൂൻ ഇബ്നു മഹ്റാൻ റഹിമഹുല്ലാഹ് താബിഈ വര്യനാണ്. അദ്ദേഹം പറഞ്ഞു, ഇന്ന അഹ്വനസ്സിയാം, നോമ്പിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യം തർക്കു തആമി വശറാബ്, ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കലാണ്. നോമ്പ് നോൽക്കുമ്പോൾ ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്താ? ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുക. അപ്പൊ എന്താ ഏറ്റവും പ്രയാസമുള്ള കാര്യം? തഖ്വ കൊണ്ടടക്കലാണ് പ്രയാസം, തഖ്വ നേടിയെടുക്കലാണ് പ്രയാസം. അനാവശ്യ സംസാരങ്ങളും പ്രവർത്തനങ്ങളും ഒഴിവാക്കലാണ്, മോശപ്പെട്ട കളവും പിന്നെ പരദൂഷണവും ഏഷണിയും ഹറാമായ കാര്യങ്ങളിൽ മാറി നിൽക്കലാണ്. ഇതാണ് നോമ്പിലൂടെ കിട്ടേണ്ടത്, അതാണ് നോമ്പിലൂടെ നേടിയെടുക്കാൻ ഏറ്റവും പ്രയാസം. ഭക്ഷണം പാനി ഒഴിവാക്കലല്ല എന്ന് പല മുൻഗാമികളും പഠിപ്പിച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആ ഒരു കാര്യം, നമ്മൾ പട്ടിണിയും നമ്മൾ വെള്ളം കുടിക്കാത്തതും ഭക്ഷണം കഴിക്കാത്തതൊന്നും പടച്ചവൻ എത്തുന്നില്ല, നമ്മളെ പട്ടിണി റബ്ബിലേക്ക് എത്തുന്നില്ല. സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു പറഞ്ഞല്ലോ, ബലിയറുവിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ, നിങ്ങൾ ബലിയറുക്കുന്ന ബലിമൃഗങ്ങളുടെ മാംസമോ രക്തമോ അല്ലാഹുവിലേക്ക് എത്തുകയില്ല, അതൊന്നും പടച്ചവനിലേക്ക് എത്തുകയില്ല. പിന്നെന്താ എത്തുക? വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളിൽ നിന്നുള്ള തഖ്വയാണ് റബ്ബിലേക്ക് എത്തുക. നമ്മളെ മനസ്സിലുള്ള തഖ്വയാണ് പടച്ചവന്റെ അടുത്തേക്ക് എത്തുക.
ആ തഖ്വ നേടലാണ് നോമ്പിന്റെ ലക്ഷ്യം. അവിടെ ആ ലക്ഷ്യം കിട്ടാതെ നോമ്പ് 30 നോറ്റു, അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, ബാധ്യത വീടും. പക്ഷെ നോമ്പിൽ റബ്ബ് നിശ്ചയിച്ച ലക്ഷ്യം അതുകൊണ്ട് പൂർത്തിയാകുന്നില്ല. തഖ്വ നേടുക എന്നുള്ള ലക്ഷ്യമാണ് നമ്മൾ നേടേണ്ടത്. അതിനുള്ള പരിശീലനമാണ്, അതിനുള്ള അവസരമാണ് നോമ്പും റമദാനും ഒക്കെ. അതുകൊണ്ട് ആ റമദാൻ മുഴുവൻ കിട്ടി, നോമ്പ് നോറ്റി, രാത്രി നിസ്കരിച്ചു, ഖുർആൻ ഓതി, ഇതൊക്കെ ചെയ്തിട്ടും കിട്ടേണ്ട തഖ്വ കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഭയങ്കര നഷ്ടമാണ്. തഖ്വ കിട്ടിയാൽ അത് വമ്പിച്ച ലാഭവുമാണ്. അള്ളാഹു നമുക്കൊക്കെ നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ 8ാമതായി നോമ്പിൽ നമ്മൾ പഠിക്കേണ്ട വിശ്വാസ പാഠം എന്താ വെച്ചാൽ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാനമാണ് അൽ ഈമാനു യസീദു ബിത്താഅ. ഈമാൻ നന്മകളിലൂടെ വർദ്ധിക്കും, അതുപോലെ തന്നെ തിന്മകളിലൂടെ ഈമാൻ എന്ത് ചെയ്യും? കുറയുകയും ചെയ്യും. വ്യത്യസ്ത വ്യതിയാന കക്ഷികൾ, ഖവാരിജികളെ പോലെ, അതുപോലെ മുർജിഅത്തിനെ പോലുള്ള കക്ഷികളുടെ ഒക്കെ വാദം എന്താ? ഈമാൻ കൂടും കുറയുന്നില്ല, ഈമാൻ ഒറ്റ നിൽപ്പാണ്. നമ്മുടെ നാട്ടിൽ അബൂബക്കർ ഉണ്ടെങ്കിൽ ആ അബൂബക്കറിന്റെ ഈമാനും അള്ളാഹുവിന്റെ റസൂലിന്റെ സിദ്ദീഖായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനും ഒരേ സ്ഥാനത്താണ് എന്നാണ് പല വ്യതിയാന കക്ഷികളുടെയും വാദം. പക്ഷെ അഹ്ലുസുന്നത്തിന്റെ വാദം എന്താ? അങ്ങനെയല്ല, ഈമാൻ കൂടും കുറയും. നന്മകൾ ചെയ്യുമ്പോൾ ഈമാൻ കൂടും, തിന്മകൾ ചെയ്താലോ ഈമാൻ കുറയും. ഇത് ശരിക്കും നമ്മളെ കണ്ണുകൊണ്ട് നമ്മൾ കണ്ട് നമുക്ക് ബോധ്യപ്പെടുന്ന സമയമാണ് റമദാൻ. അല്ലെ, റമദാനിലായി കഴിയുമ്പോൾ പള്ളിയിൽ ജമാഅത്തിന് ആള് കൂടും. എന്തുകൊണ്ടാണ് ആള് കൂടിയത്? ഒരു നോമ്പോറ്റോണ്ടാ കൂടിയത്. നോമ്പ് നോറ്റപ്പോ അൽ ഈമാനു യസീദു ബിത്ത്വാഅ, ഈമാൻ കൂടി, ജമാഅത്തിന് പള്ളിയിലെത്തും. പള്ളിയിൽ ജമാഅത്തിനെത്തിയ ആളുകൾ തറാവീനെത്തും. അതെന്തുകൊണ്ടാ? ജമാഅത്തിൽ പങ്കെടുത്തു, ഈമാൻ കൂടി, തറാവീനെത്തും. ഒരു ഖുർആൻ ഓതും, അല്ലാത്ത ദിവസത്തൊന്നും ഖുർആൻ ഓതിയിട്ടുണ്ടാവില്ല. ഈ നന്മകളൊക്കെ ചെയ്തപ്പോൾ ഈമാൻ വീണ്ടും കൂടുന്നു, ഖുർആൻ ഓതുന്നു. അല്ലാത്ത സമയത്തൊന്നും ദുആ ചെയ്യാത്ത ആളുകൾ അന്ന് ദീർഘമായി ദുആ ചെയ്യും റമദാനിൽ. എന്തുകൊണ്ടാ? ഈമാൻ കൂടിയതുകൊണ്ടാണ്. ഓരോ നന്മയും നമ്മുടെ ഈമാൻ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ ഓരോ നന്മ ഒഴിവാക്കുന്നതനുസരിച്ച് നമ്മുടെ ഈമാൻ കുറയും ചെയ്യും. അത് ശരിക്കും നമുക്ക് ബോധ്യപ്പെടും, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ബോധ്യപ്പെടും, നമ്മളെ കാഴ്ചയിൽ നമുക്ക് ബോധ്യപ്പെടും. റമദാനിൽ ഈമാൻ കൂടുന്നതും കുറയുന്നതും. നമ്മള് റമദാനിൽ നമ്മൾ സ്ഥിരമായി പള്ളിയിൽ ജമാഅത്തായി ഇങ്ങനെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മള് പിന്നെ കൃത്യമായി ജമാഅത്തിന്റെ കണിശത നമ്മൾ പാലിച്ചു പോവാണ്. അതിൽ നമ്മളിങ്ങനെ ഏതെങ്കിലും ഒരു മേഖല, നമ്മൾ കണിശത പാലിക്കുന്ന ഏതെങ്കിലും ഒരു മേഖലയിൽ നമ്മളിങ്ങനെ പിന്നോട്ട് പോയാൽ നമ്മൾക്ക് ഇങ്ങനെ ബോധ്യമാവും, നമ്മൾ ബാക്കിയുള്ളടത്തൊക്കെ അതേമാതിരി ഇങ്ങനെ പിന്നോട്ട് പോകും. നമ്മൾ കണിശത സൂക്ഷിക്കുന്ന ഭാഗത്ത് നമ്മൾ പിന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളടത്തും നമ്മളിങ്ങനെ പിന്നോട്ട് പോകും. നമ്മളൊരു പുതിയൊരു നന്മ നമ്മുടെ ജീവിതത്തിൽ ആരംഭിച്ചാൽ, അതിന്റെ തുടക്കം നമ്മൾ കുറിച്ചാൽ, നമുക്ക് ബാക്കിയുള്ള മേഖലയിലൊക്കെ ആ ഒരു ഈമാന്റെ വർധനവ് നമുക്ക് അനുഭവിക്കാൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മുഹമ്മദിൽ പറഞ്ഞല്ലോ, വല്ലദീന ഇഹ്തദൗ സാദഹും ഹുദാ, വല്ലദീന ഇഹ്തദൗ, സന്മാർഗം സ്വീകരിച്ചവർ, സന്മാർഗം ജീവിതത്തിന്റെ ഭാഗമാക്കിയവർ, എന്താ അവർക്കുള്ളത്? സാദഹും ഹുദാ, അവർക്ക് സന്മാർഗം പടച്ചവൻ വർദ്ധിപ്പിച്ചു കൊടുക്കും. എത്രത്തോളം നന്മ നമ്മൾ സ്വീകരിക്കുന്നു, സന്മാർഗത്തെ നമ്മൾ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നു, അത്രയും പടച്ചവൻ നമുക്ക് കൂടുതൽ കൂടുതൽ സന്മാർഗത്തിലേക്ക് ഇങ്ങനെ വർധനവ് തന്നുകൊണ്ടിരിക്കും. അള്ളാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോയ, നഷ്ടപ്പെട്ടു പോയ നമ്മുടെ സന്മാർഗങ്ങൾ, ഹിദായത്തുകൾ വീണ്ടെടുക്കാനുള്ള അവസരമാണ് റമദാൻ. ആ ഈമാനെ തിരിച്ചു പിടിക്കാൻ, തിരിച്ച് വർധനവിലേക്ക് കൊണ്ടുവരാൻ അത് നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തണം. ആ പാഠം ശരിക്കും നമ്മൾ പഠിക്കണം. ഈമാന്റെ വർധനവിലെ നമ്മള് പിന്നെ റമദാനോടായി കഴിഞ്ഞാൽ നോമ്പും നിസ്കാരവും രാത്രി നിസ്കാരവും ഖുർആന്റെ പാരായണവും ദിക്റും സ്വദഖയും ഇഅ്തികാഫും ഉംറയും അങ്ങനെയുള്ള നന്മകളിൽ ജനങ്ങൾ ഇങ്ങനെ വ്യാപൃതരായിക്കൊണ്ടേയിരിക്കും. അതെന്തുകൊണ്ടാണ്? ഈ റമദാനിലാവുമ്പോൾ നോമ്പാണ് നിർബന്ധമാകുന്നു. നോമ്പ് ആത്മാർത്ഥമായി നോൽക്കുമ്പോൾ ഓരോന്നോരോന്നും ഇങ്ങനെ പിന്നെ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. ഈമാൻ നമ്മുടെ നന്മകളിലൂടെ വർദ്ധിക്കും എന്നുള്ള പാഠം. അവസാനത്തെ 9ാമത്തെ അവസാനത്തെ പാഠം നോമ്പിൽ നിന്ന് റമദാൻ നമ്മൾ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നഷ്ടക്കാരാകുന്നത് നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി കാണുക. ഇതൊക്കെ ചെയ്തിട്ടും മനസ്സിലായിട്ടും പഠിച്ചിട്ടും ഇങ്ങനൊക്കെ ക്ലാസ്സിൽ കേട്ടിട്ടും പള്ളിയിൽ ജമാഅത്തിൽ പങ്കെടുത്തിട്ട് പിന്നെ എന്നിട്ടും പിന്നെ നഷ്ടം സംഭവിക്കാം, എന്നിട്ടും മഹാ ഹതഭാഗ്യം, ഭാഗ്യക്കേട് ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ വളരെയധികം ജാഗ്രതയോടുകൂടി കാണിക്കണം, പിന്നെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്.
ഈ റമദാനിൽ നമ്മൾ നേടിയെടുത്തത് നമ്മുടെ പിന്നെ ക്യാപിറ്റലാണ്, നമ്മുടെ മുടക്ക് മുതലാണത് അല്ലെ. നമ്മൾ കച്ചവടം ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കുക എന്തിനാ? ലാഭം കൂടുതൽ ഉണ്ടാവുന്നതിനേക്കാൾ നമ്മൾ എന്തിനാ സൂക്ഷിക്കുക? നമ്മൾ മുടക്ക് മുതൽ നഷ്ടം വരാതിരിക്കാനാണ് കൂടുതൽ സൂക്ഷ്മത നമുക്ക് ഉണ്ടാവേണ്ടത്. അതുപോലെ റമദാനിലൂടെ നമ്മൾ നേടിയെടുത്തതൊക്കെ നമ്മൾ അങ്ങനെ സൂക്ഷിച്ചു വെക്കേണ്ട, നമ്മൾ സംരക്ഷിച്ചു വെക്കേണ്ട മുതലാണ്. നമ്മൾക്ക് നോമ്പ് വെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലും നിസ്കരിക്കാൻ ഖുർആനോത്താണെങ്കിലും എല്ലാം അതിനെ നഷ്ടപ്പെട്ടു പോകാതെ സംരക്ഷിച്ചു നിർത്താൻ നമ്മൾ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, റമദാന് കഴിഞ്ഞാലും ഞാൻ നന്മകളെ തുടർത്തും എന്ന തീരുമാനം ഉണ്ടാവുക. ഒന്നാമത്തത് അതാണ്. ഇപ്പോൾ ഞാൻ എന്തൊക്കെ നന്മകൾ ചെയ്യുന്നുണ്ടോ അത് അങ്ങനെ തന്നെ പൂർണ്ണമായി ചെയ്യാൻ സാധിക്കില്ലെങ്കിലും അതിനൊരു തുടർച്ച എന്റെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന തീരുമാനത്തേക്ക് നമുക്ക് എത്താൻ പറ്റണം. തറാവീഹ് നമ്മൾ 30 നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ വിത്തിറെങ്കിലും, ഇനി ഉറങ്ങി എഴുന്നേറ്റിട്ട് കഴിയില്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പെങ്കിലും നമുക്ക് നിസ്കരിക്കാൻ പറ്റണം. ഖുർആൻ പാരായണം ഇപ്പൊ നമ്മൾ ഓതുന്ന അത്ര നമുക്ക് ഓതാൻ പറ്റിയിട്ടില്ലെങ്കിലും അതിന്റെ ചെറിയൊരു അംശമെങ്കിലും സ്ഥിരമായി എന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ദുആ ചെയ്യാൻ ഇപ്പൊ ഞാൻ സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ റമദാൻ കഴിഞ്ഞാലും ആ സമയം ഞാൻ കണ്ടെത്തും. അത് എപ്പോഴെങ്കിലും കുറച്ചെങ്കിലും സമയം അതിനു വേണ്ടി മാറ്റി വെക്കും തീരുമാനം നമുക്ക് ഉണ്ടാകണം. അല്ലെങ്കിൽ നമുക്ക് ഈ നേടിയെടുത്തതൊക്കെ നഷ്ടമാണ്. ഇതിന്റെ കൂലി കിട്ടും, പക്ഷെ വലിയൊരു കൂലി നമുക്ക് നഷ്ടപ്പെടും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. റബ്ബിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം തുടർച്ചയുള്ള കർമ്മം, സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മമാണ്. അത് എത്ര കുറഞ്ഞാലും ശരി. അപ്പൊ കുറവ് വന്നു എന്നുള്ളത് പ്രശ്നമല്ല, പക്ഷെ തുടർച്ച ഉണ്ടാവുക. ആ തുടർച്ച നഷ്ടപ്പെട്ടാലോ റബ്ബിന്റെ ഇഷ്ടം കിട്ടുന്ന വലിയ ഇഷ്ടം നേടിയെടുക്കാനുള്ള അവസരം അതിലൂടെ നഷ്ടപ്പെടും. അങ്ങനെ നഷ്ടക്കാരിൽ നമ്മൾ പെട്ടുപോകരുത്. ഒന്നാമത്തെ കാര്യം. നഷ്ടക്കാരിൽ പെട്ടുപോകാതിരിക്കാനുള്ള രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേടിയെടുത്ത പ്രതിഫലങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. റമദാനിൽ നമ്മൾ കുറെ നന്മകൾ ചെയ്തു, ഇൻഷാ അല്ലാഹ് അതിന് ഒരുപാട് പോരായ്മകളും കുറവുകളും ഉണ്ട്. അതിന്റെ പോരായ്മ പരിഹരിച്ച് റബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ പ്രതിഫലങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്ന കാരണങ്ങളെ നമ്മൾ സൂക്ഷിക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വലിയ പാപങ്ങൾ ജീവിതത്തിൽ വരിക. നമ്മൾ റമദാൻ കഴിയുന്നത് വരെ സൂക്ഷ്മതയോടുകൂടി ജീവിച്ചു. റമദാൻ കഴിഞ്ഞ് നമ്മൾ വലിയ തിന്മകളിലേക്ക് മടങ്ങിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, വലാ തുബ്തിലൂ അഅമാലകും. നിങ്ങളുടെ അമലുകൾ നിങ്ങൾ എന്താക്കരുത്? നിഷ്ഫലമാക്കരുത്, ബാത്തിലാക്കി കളയരുത്. നമ്മൾ നമ്മളെ അമലിനെ ബാത്തിലാക്കുവോ? അതാരും ചെയ്യോ? ഇല്ല. സലഫുകൾ പറഞ്ഞു അതെങ്ങനെയാണ്? ബിൽ കബായിർ, വൻപാപങ്ങളിലൂടെ. വലിയ തെറ്റുകൾ ജീവിതത്തിൽ വരുമ്പോ നമ്മൾ ചെയ്ത നന്മന്റെ പ്രതിഫലമൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞാൻ ചെറിയ കുട്ടിയൊക്കെ ഒരു ക്ലാസ് എടുത്തു. ഒരു ചെറിയ കുട്ടികൾ നോമ്പ് തുറ പരിപാടിക്ക് സ്റ്റുഡൻസിന്റെ. അപ്പോൾ നോമ്പിന്റെ പ്രതിഫലം പറ, ഒരു ദിവസം നോമ്പ് നോറ്റാൽ 70 വർഷത്തെ വഴിദൂരം അല്ലാഹു നരകത്തിൽ നിന്ന് അകറ്റും. ഒറ്റ ദിവസം നോമ്പ് നോറ്റാൽ മതി 70 വർഷം നരകത്തിൽ നിന്ന് ദൂരം പോകുമെന്ന് ഞാൻ കുട്ടികളോട് പറഞ്ഞു. അപ്പൊ കുട്ടികൾക്ക് ഭയങ്കര മാഷാ, ഒരു ദിവസം നോമ്പ് നോറ്റാൽ തന്നെ മതിയോ? അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവരോട് പറഞ്ഞു, പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നോമ്പൊക്കെ നോൽക്കും, 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്നൊക്കെ അകലും. എന്നിട്ട് ആ നോമ്പ് നോറ്റാൽ അന്ന് തന്നെ ചിലപ്പോൾ നമ്മള് ഒരു സിനിമ കാണും. ആ 70 നേരം കിട്ടാനായിട്ട് തിരിച്ചു വരും. കഴിഞ്ഞില്ലേ ചോദിച്ചു. അത് പ്രശ്നമാണ്. ശരിയാ, അവൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ നിർവഹിച്ച ഇബാദത്തിന്റെ ഒക്കെ കൂലി നമ്മൾ ചെയ്യുന്ന ഹറാമുകളിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്നാൽ ഹറാമുകൾ, തിന്മകളിൽ നിന്നുള്ള മോചനം നമുക്ക് സാധ്യമാണോ? ഒരു തിന്മയും ചെയ്യാതെ നമുക്ക് ജീവിക്കാൻ കഴിയുമോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാണ്, കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. ആദമിന്റെ മക്കളൊക്കെയും തെറ്റ് ചെയ്യുന്നവരാണ്. പക്ഷേ തെറ്റു ചെയ്യുന്നവരിൽ ഉത്തമരാകണം. അതെങ്ങനെ ആവുക? തൗബ ചെയ്യുന്നവരായി മടങ്ങുക. തെറ്റ് സംഭവിച്ചു പോയാൽ ഉടനെ റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങുക. പിന്നെ വൈകിപ്പിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ സൂറത്തുൽ അറാഫിലൂടെ പറഞ്ഞു, ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്താൻ. ഇന്നല്ലദീന തഖൗ, തഖ്വയുള്ള ആളുകൾ, പടച്ച റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന, സൂക്ഷ്മതാബോധത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾ. അപ്പൊ തഖ്വ ഉള്ളവരെ കുറിച്ചാണ് പറയുന്നത്, തഖ്വ ഇല്ലാത്തവരെ കുറിച്ചല്ല പറയുന്നത്.
റമദാനിലൂടെ തഖ്വയൊക്കെ നേടിയെടുത്തവരെ കുറിച്ചാണ് പറയുന്നത്. ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്താൻ, പിശാചിൽ നിന്നുള്ള ബാധ അവരെ പിടികൂടിയാൽ, പിശാച് അവരെ വഴിതെറ്റിച്ചു, ഒരു ഹറാമിൽ ചെന്ന് പോയി ചാടിച്ചു, ഒരു ചെയ്യാൻ പാടില്ലാത്തൊരു തിന്മ അവന്റെ ജീവിതത്തിൽ കണ്ട് ചെയ്യിപ്പിച്ചു. അതാണ് മസ്സഹും ത്വായിഫും മിനശ് ശൈത്താൻ. അപ്പൊ നമുക്ക് ഇത് കിട്ടുന്ന ഒരു പാഠമുണ്ട്. എന്താ? തഖ്വയുള്ളവരെയും പിശാച് എന്ത് ചെയ്യും? പിശാച് പിഴപ്പിക്കും. തഖ്വയുള്ളവരുടെ ജീവിതത്തിലും ഹറാമുകൾ കടന്നു വരും. തഖ്വയുള്ളവരുടെ ജീവിതത്തിലും പിശാചിന്റെ കരങ്ങളാൽ ഹറാമുകൾ, പാപങ്ങൾ കടന്നു വരും. കാരണം പടച്ചോൻ പറഞ്ഞ അങ്ങനെ തന്നെയാണ്. തഖ്വയുള്ളവരെ പിശാച് ബാധിച്ചാൽ, പിശാചിന്റെ വസ്വാസം അവരെ ബാധിച്ചാൽ എന്താ? പക്ഷെ അവർക്കൊരു ഗുണമുണ്ട്. തഖ്വയുള്ളവരാണെങ്കിൽ എന്താ ഉണ്ടാവുക? തദക്കറൂ, അപ്പൊ അവർക്ക് പടച്ചോനെ കുറിച്ചുള്ള ചിന്ത വരും, ഓർമ്മ വരും. പിശാച് പിഴപ്പിച്ചു, ഹറാമ് ചെയ്തു, പക്ഷെ എന്നാലും അവർക്ക് പെട്ടെന്ന് റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ വരും. പടച്ചോനെ ഞാൻ ചെയ്തത് ഹറാമാണല്ലോ, ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തു പോയല്ലോ എന്ന ചിന്ത മനസ്സിലേക്ക് വരും. ഫഇദാ ഹും മുബ്സിറൂൻ, അപ്പോൾ അവർ നല്ല ഉൾക്കാഴ്ചയുള്ളവരായി മാറും. ഇനി ഇത് ചെയ്യാൻ പാടില്ല. ആ തിരിച്ചവരുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരും. തഖ്വ ചെയ്ത്, നന്മകൾ ചെയ്ത്, ആ തിന്മകൾ വായിക്കാനുള്ള പണിയെടുത്ത് പെട്ടെന്ന് തന്നെ ശരിയായ റൂട്ടിലേക്ക് തിരിച്ചു വരും. അതാണ് ശരിക്കൊരു മുത്തഖി, ഒരു തഖ്വയുള്ള ആളുടെ ഗുണം അതാണ്. അഥവാ എന്തെങ്കിലും ഹറാമ് ജീവിതത്തിൽ വന്നു എന്ന് ബോധ്യപ്പെടുമ്പോ തൊട്ടുടനെ തന്നെ കരഞ്ഞ് പടച്ചവനോട് പറഞ്ഞ് തൗബ ചെയ്ത് ആത്മാർത്ഥമായി പടച്ചവനിലേക്ക് മടങ്ങി വരിക. അപ്പൊ പിന്നെ ഈ പറഞ്ഞ തുബത്തുൽ അഅ്മാലക്കുന്ന പ്രശ്നം ഉണ്ടാവില്ല. കാരണം നമ്മൾ തൗബ ചെയ്ത് ആ തിന്മയെ മായ്ച്ചു കളഞ്ഞു. പിന്നെ ആ തിന്മ നമ്മുടെ നന്മ എന്ത് ചെയ്യൂല? മായ്ക്കൂല. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, നമ്മൾ ഇപ്പോൾ എടുക്കുന്ന നന്മകൾ, നമുക്ക് അള്ളാഹു ചെയ്യാൻ തൗഫീഖ് തന്ന അമൽ സ്വാലിഹാത്തുകൾ, അതിന് തുടർച്ച ഉണ്ടാകും എന്നുള്ള തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. രണ്ടാമത്, വലിയ പാപങ്ങൾ ചെയ്തുകൊണ്ട് ഈ പ്രതിഫലങ്ങൾ പോയി നഷ്ടപ്പെടുത്താതിരിക്കുക. അഥവാ പാപങ്ങൾ ചെയ്തു പോയാൽ തൊട്ടുടനെ തന്നെ തൗബ ചെയ്ത് ആ തിന്മകളെ മായ്ക്കാനുള്ള പരിശ്രമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് നോമ്പിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ ചില വിശ്വാസ പാഠങ്ങൾ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഇബാദത്ത് ചെയ്യുന്നതിനെ കുറിച്ചല്ലല്ലോ പറയണത്. നമ്മളിപ്പോ എന്തെങ്കിലും 2 റക്അത്ത് നിസ്കാരത്തിനെ കുറിച്ചാണോ പറയണത്? ഒരു ദിക്റിനെ കുറിച്ചാണോ പറഞ്ഞത്? അല്ല. ഇതൊക്കെ നമ്മുടെ മനസ്സുകളിൽ നിന്ന് രൂപപ്പെടേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് വിശ്വാസം എന്ന് പറഞ്ഞത്. ഇതൊക്കെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് രൂപപ്പെട്ട് അതിന്റെ അനന്തരഫലം, അതിന്റെ പ്രതിഫലം നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ അവയവങ്ങളിലൂടെ പുറത്തു വരേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ ദീന് ശരിയായ അറിവ് അത് പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ നമുക്കെതിരെ പരലോകത്ത് സാക്ഷിയായി മാറുന്ന, നമുക്കെതിരായി മാറുന്ന ദുരവസ്ഥയിൽ അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നമ്മളെ നരകത്തിൽ രക്ഷപ്പെടുത്താൻ ഉതകുന്ന ഇഖ്ലാസും റബ്ബിനുള്ള അനുസരണവും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സ്വന്തങ്ങളുടെ ഷർറുകളിൽ നിന്ന്, നമ്മുടെ കർമ്മങ്ങളുടെ പോരായ്മകളുടെ ഷർറുകളിൽ നിന്ന്, അതിന്റെ കുഴപ്പങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റത്തെ വിട്ടുവീഴ്ചയും സൗഖ്യവും നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പോരായ്മകൾ വിട്ടുപുറത്ത് മാപ്പാക്കി തന്നുകൊണ്ട് നമ്മുടെ വളരെ നിസാരമായ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മഹത്തായ ഫദ്ല് കൊണ്ട് നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല പര്യവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും അർഹമർ റഹീമീനായ റബ്ബ് അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ കൂടെ സിദ്ദീഖുകളെയും ശുഹദാക്കളെയും സ്വാലിഹീകളെയും അമ്പിയാക്കളുടെയും കൂടെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നരകശിക്ഷയിൽ നിന്ന് അവർ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും വന്നു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. റമദാൻ ഏറ്റവും നല്ല രൂപത്തിൽ വിനിയോഗിക്കുവാൻ, റമദാൻ കൊണ്ട് പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഭാഗ്യം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന, കഷ്ടതകൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർ, ഭയപ്പാടിൽ കഴിഞ്ഞുകൂടുന്ന മുസ്ലിം രാഷ്ട്രങ്ങളിലെ നമ്മുടെ സഹോദരി സഹോദരന്മാർ, അവർക്കെല്ലാം നിർഭയത്വവും സമാധാനവും പ്രതാപവും ഇസ്സത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും പ്രയാസപ്പെടുത്താൻ പണിയെടുക്കുന്ന, ഇസ്ലാമിൻ്റെ അകത്തും പുറത്തും നിന്നുകൊണ്ട് ഇസ്ലാമിനോട് ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരു ലോകത്തും അവർക്ക് നിന്ദ്യതയും ശിക്ഷയും പരാജയവും അല്ലാഹു അവർക്ക് രുചിപ്പിക്കുമാറാകട്ടെ. اللهم اغفر للمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. وصلى الله وسلم على نبينا محمد والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم.